നമ്മുടെ പ്രിയങ്കരനായ നാട്ടുകാരനുമായ ശ്രീ പാർത്ഥസാരഥിപുരം വിശ്വനാഥനാണ് യജ്ഞാചാര്യൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യജ്ഞം ഉടൻ തന്നെ സമാരംഭിക്കുന്നതിനാൽ പുറത്ത് നിൽക്കുന്ന ഭക്തജനങ്ങൾ പന്തലിൽ ഉള്ളിലേക്ക് കടന്ന് ഇരുന്ന് സഹകരിക്കണമെന്ന് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രസഭയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരു സാമാന്യമായ അവബോധം ശ്രീമദ് ഭഗവത്ഗീതയെക്കുറിച്ച് സാധാരണ ഭക്തജനങ്ങൾക്ക് നൽകുവാൻ വേണ്ടി ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രസഭ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു യജ്ഞമാണ്. അതിപ്പോൾ 2 തവണ നടന്നു കഴിഞ്ഞു, 3ാമത്തെ തവണ നടക്കാൻ പോകുന്നു. നേരത്തെ ജ്ഞാനയോഗവും ഭക്തിയോഗവുമായിരുന്നു നേരത്തെ 2 തവണ. ഇപ്പോൾ കർമ്മയോഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള യജ്ഞമാണ് നടക്കാൻ പോകുന്നത്. അത് പരമാവധി എല്ലാ ഭക്തജനങ്ങളും ഈ അവസരം കാര്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രസഭയുടെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്.
ഭഗവാന്റെ ഒരു തിരുനാമം ചൊല്ലിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാവരും നാമം ചൊല്ലലും അടിയാണികൾ ഹരിനാമമന്ത്രം എല്ലാം കൂടെയിട്ട് 2 മിനിറ്റ് ചൊല്ലിക്കൊണ്ട് തുടങ്ങാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ വക്രതുണ്ഡമഹാകായ കോടിസൂര്യസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവാ സർവകാര്യേഷു സർവദാ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനി ഗുണാശ്രേ ഗുണമയീ നാരായണി നമോസ്തുതേ ശരണാഗതദീനാർത്തപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം തത്സശിവശങ്കരോ ഗുരുവര കാരുണ്യവാരാംനിധി സർവജ്ഞശ്രുതഭക്തപാലനരതപായാ സദാ ശങ്കര
ധർമാഖ്യാന വിചക്ഷണോ വിനിതരാം യോ ബ്രഹ്മരാധോ അഭവത് സ്വസ്മാകം ഗുരുനായകോ ഹ്യവതു ശിഷ്യാൻ പ്രപന്നാൻ ശുഭം ശാന്തോന്മീലിതലോചനം സമതമാ സംരക്ഷിതും മാനസം ഭസ്മാലങ്കൃതഭാലദേശലസിതം സുസ്മേരവക്രാംബുജം ചിന്മുദ്രാങ്കിതദീർഘബാഹുയുഗളം വീരാസനേ സംസ്ഥിതം വന്ദേഹം ഗുരുനായകോ മമ ശിവാനന്ദ സദാ പാതു മാം വന്ദേഹം ഗുരുനായകോ മമ ശിവാനന്ദ സദാ പാതു മാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അനുഗ്രഹായ ലോകാനാം അവതീർണായ വിഷ്ണവേ ക്ലേശാപഹായ കൃഷ്ണായ പാർത്ഥസാരഥേ നമഃ. അഭിനന്ദരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള എൻ്റെ നാട്ടുകാരെ, ഈ യജ്ഞത്തിൽ പങ്കുചേരാനായി പല സ്ഥലങ്ങളിൽ നിന്നും പല സുഹൃത്തുക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. കുന്നത്തൂരിൽ നിന്ന്, നെടിവിളയിൽ നിന്ന്, കരിമ്പുഴയിൽ നിന്ന്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും കുറച്ച് ഭക്തജനങ്ങൾ ഇതറിഞ്ഞുകൂടെ എത്തിയിട്ടുണ്ട്. എൻ്റെ നാട്ടിലുള്ളവരും ഇതിൽ സംബന്ധിക്കാൻ എത്തിയിരിക്കുന്നതുമായ എല്ലാ സുഹൃത്തുക്കളെയും ഈശ്വരബുദ്ധ്യ ഞാൻ എൻ്റെ നമോഭാഗം അറിയിച്ചുകൊള്ളട്ടെ. ഈ യജ്ഞം ഇവിടെ നടക്കാൻ ഇതിന് രൂപരേഖ നൽകിയ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ, പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ നായർ, സെക്രട്ടറി ശ്രീ ശശിധരൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ക്ഷേത്രസഭാ അംഗങ്ങൾക്കും പ്രത്യേകം ഈ ഉള്ളവൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നമ്മുടെ ഈ സംരംഭം നന്നായി കൊണ്ടുപോകാൻ ഇതിൻ്റെ പിന്നിൽ എല്ലാവിധ സഹകരണങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം ഞാൻ എൻ്റെ ആദരവ് പ്രകടിപ്പിക്കുന്നു, എൻ്റെ കടപ്പാട് രേഖപ്പെടുത്തുന്നു. ഇനി നമ്മൾക്ക് വലിയൊരു ആമുഖം കൂടാതെ യജ്ഞത്തിലേക്ക് പ്രവേശിക്കാം. ഗീതായജ്ഞം ആരംഭിക്കുന്നതിന് മുമ്പ് പതിവായി നമുക്കറിയാം, ശ്രീമദ് ഭഗവത്ഗീത എവിടെ പാരായണം ചെയ്താലും, ജ്ഞാനയജ്ഞം നടത്തി അതിൻ്റെ പ്രബോധനങ്ങൾ വിചാരരൂപേണയുള്ള പ്രഭാഷണം കൂടെ നടത്തിയാലും, പ്രാരംഭമായി ഗീതാ ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലി ഗീതാമാതാവിനെ പ്രണമിച്ചുകൊണ്ടാണോ തുടങ്ങേണ്ടത്? അത് നമുക്കിവിടെയും ഗീതാധ്യാന ശ്ലോകം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. കയ്യിൽ പുസ്തകമുള്ളവർ അത് നോക്കി ചൊല്ലാം, കാണാതെ ചൊല്ലി ശീലിച്ചവർക്ക് അങ്ങനെയാകാം. രണ്ടിലും പരിചയമില്ലാത്തവർ കണ്ണടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ആ ഭഗവത്ഗീത ധ്യാന ശ്ലോകം ചൊല്ലുന്ന സമയത്ത് നല്ലതുപോലെ ഭഗവാനെ ഉള്ളിൽ കണ്ട് പ്രാർത്ഥനാപൂർവം ഇരിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് ഗീതാ ധ്യാന ശ്ലോകങ്ങളിലേക്ക് നമുക്കടക്കാം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം
മൂർത്തി അഷ്ടാദശാധ്യായിനി അംബ ത്വാമനുസന്ധതാമി ഭഗവദ്ഗീതേ ഭഗവദ്വേഷിണീ നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരതദൈകപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാജയദ്രഥജനാ ഗാന്ധാരനീലോപലാ സംഗപ്രാഗപതി കൃപേണ മഹിനീ കർണേന വേലാപുരാ അശ്വത്ഥാമവികർണഘോരമകര ദുര്യോധനാവർത്തിനി സ്വതീർണാ ഖലു പാണ്ഡവൈ പ്രണനദീ കൈവർത്തകേശവ പാരാശര്യവചസ്സരോജമനം ഗീതാർത്ഥഗന്ധോത്കടം നാനാജ്ഞാനകേസരം ഹരികഥാസംബോധനാബോധിതം യോഗേ സജ്ജനഷഡ്പദൈരഹരഃ പേവീയമാനം മുദാ ഭൂയാത് ഭാരതമംഗലം കരിമലപ്രധ്വംസിനശ്ചേസി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്നന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാംഗാഃ. ധ്യാനാവസ്ഥിതഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വിശ്വോത്തര പാവനകൃതിയായ ശ്രീമദ് ഭഗവത്ഗീത എന്നും ഏവർക്കും വിജയങ്ങൾ നൽകിക്കൊടുക്കുന്നു, പരമശാന്തിയെ പ്രദാനം ചെയ്യുന്നതുമായ അതിവിശിഷ്ടമായ ഒരു പുണ്യഗ്രന്ഥമാണ്. ആ പ്രസിദ്ധമായിരിക്കുന്ന ഗീതയെ പുരസ്കരിച്ച് നമ്മൾ ഇന്നു മുതൽ 5 ദിവസം തുടർച്ചയായി ഒരു ജ്ഞാനയജ്ഞം ഇവിടെ സമാരംഭിക്കുകയാണ്. മുൻപ് 2 വർഷങ്ങളിൽ നമ്മളിവിടെ ഗീതായജ്ഞം നടന്നിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നിരുന്നെങ്കിൽ പോലും മുൻപ് 2 വർഷം നടത്തിയിരുന്ന കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വീണ്ടും അത് പുനരാരംഭിക്കാൻ ഭഗവാന്റെ ഇച്ഛയുടെ പിന്നിലുണ്ടായി. ആ ഭഗവത് അനുഗ്രഹത്തിന് വിധേയമായി ഇതിനുമായി ബന്ധപ്പെട്ടവരെല്ലാം പ്രവർത്തിച്ച് ഇതാ അതിൻ്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഭഗവത്ഗീത കഴിഞ്ഞ 2 പ്രാവശ്യം ഇവിടെ നാം ചർച്ച ചെയ്തത്, ഒന്ന് ഗീതയിലെ 2ാം അധ്യായമായ സാഖ്യയോഗവും, 2ാമത്തെ പ്രാവശ്യം 12ാം അധ്യായമായിരുന്ന ഭക്തിയോഗവും. ഇത് രണ്ടുമായിരുന്നു
കഴിഞ്ഞ 2 യജ്ഞങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം പ്രാധാന്യേന നമുക്ക് കർമ്മയോഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. കർമ്മയോഗം എന്ന പേരോടുകൂടി പ്രസിദ്ധമായിരിക്കുന്ന ഗീതയിലെ 3-ാം അധ്യായം കർമ്മയോഗത്തെപ്പറ്റി നമുക്ക് ഈ യജ്ഞത്തിൽ വിചിന്തനം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഭഗവത്ഗീത നമ്മൾ 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആമുഖമായ ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും കുറച്ചു പേർക്ക് അതൊക്കെ അറിയാമെങ്കിലും കേട്ടിട്ടുള്ളത് ചിലത് ഓർത്തു വെക്കാറില്ലാത്തതുകൊണ്ടും ഇത്തരം കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് അത് നമ്മുടെ മനസ്സിൽ ഉറച്ചതിന് ശേഷം നമുക്ക് ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുന്നത് നല്ലതാണ്. ആർഷഭാരത സംസ്കൃതി നമ്മുടെ ഈ മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ ഭണ്ഡാരം തന്നെയാണ്. നമ്മളുടെ മതഗ്രന്ഥത്തിൽ നമ്മുടെ പ്രാമാണിക ഗ്രന്ഥം എന്ത് എന്ന് ചോദിച്ചാൽ സാധാരണ പലരുടെയും ഇടയിൽ പെട്ടെന്ന് സംശയം വരും. കാര്യം 1, 2, 3, 100, 1000 അല്ല, നമ്മുടെ ഗ്രന്ഥപ്പുര ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. സനാതനധർമ്മം, ഇപ്പോൾ നാം ഹിന്ദുമതം എന്നൊക്കെ പറഞ്ഞ് അടുത്ത കാലത്ത് ഇങ്ങനെ നാമകരണം ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ സംസ്കാരത്തിൽ എത്രയാ നമ്മുടെ ഗ്രന്ഥങ്ങളുടെ ഒരു കണക്കില്ലാതെ ഒരു കൂട്ടം. ചിലപ്പോൾ ചിലർക്ക് തോന്നാം ഇനി ഇവിടെ പ്രാമാണികത്വം ഇതിനാ ഇല്ലാത്ത എല്ലാത്തിനും പ്രാമാണികത്വമെങ്കിലും നമ്മുടെ ആചാര്യന്മാർ ഇതിനൊക്കെ ചില പ്രാമാണിത്വം കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഓർത്തു വെക്കുക. ഒറ്റ വാക്കിൽ അടിസ്ഥാനമായ നമ്മുടെ പ്രമാണ ഗ്രന്ഥം എന്തെന്ന് ചോദിച്ചാൽ വേദം എന്ന് തന്നെ മറുപടി വേണം. വേദം ആര് രചിച്ചതാണ്? വേദം ആരും രചിച്ചതല്ല, അപൗരുഷേയം എന്നാണ് പറയുന്നത്. ഒരു പുരുഷനാലും രചിക്കപ്പെട്ടതോ രൂപരേഖ കൊടുത്തോ അല്ല വേദം. പിന്നെയോ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ തന്നെ അവിടുത്തെ തിരുമുഖത്തു നിന്നും നിർഘടിപ്പിക്കപ്പെട്ടതാണ് ഈ വേദതത്വങ്ങൾ. അത് കാലാന്തരത്തിൽ ഭഗവാൻ ശ്രീ വേദവ്യാസ മഹർഷി, കൃഷ്ണദ്വൈവാരൻ എന്നുള്ള പേരോടുകൂടി വേദവ്യാസൻ, പല വ്യാസന്മാരുണ്ടായിരുന്നു ഒത്തിരി, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പേരെന്ന് എടുത്തു പറഞ്ഞത്. കൃഷ്ണദ്വൈവാരൻ എന്ന വ്യാസൻ ഈ വേദതത്വങ്ങളെ എല്ലാം ക്രമബദ്ധമായി ക്രോഡീകരിച്ച് അതിന് 4 ഭാഗങ്ങൾ ആയി തിരിച്ചു. അവകളാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ വേദങ്ങൾക്ക് പ്രധാനമായ 2 ഭാഗങ്ങളുണ്ടെന്നാണ്, കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും. അതിൽ കർമ്മകാണ്ഡ വിധിപ്രകാരമുള്ള യാഗാദി കർമ്മങ്ങളും മറ്റ് കർമ്മബഹുലമായ ഒട്ടേറെ കാര്യങ്ങളും മനുഷ്യന്റെ അഭ്യുന്നതിക്ക് വേണ്ടി ഋഷീശ്വരന്മാർ കണ്ടെത്തി അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടതായ പ്രേരണയും കൊടുത്തു. എന്നാൽ ആത്യന്തികമായ ദുഃഖനിവൃത്തിക്ക് സൂത്രരൂപത്തിൽ ഒരു രൂപം കൊടുത്ത് അതിവിശിഷ്ടമായ ഒരു ഗ്രന്ഥം ജനിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ബ്രഹ്മസൂത്രം. വേദാന്ത സൂത്രം എന്നും പറയാറുണ്ട്. അപ്പോൾ വേദാന്ത സൂത്രങ്ങൾ അഥവാ ബ്രഹ്മസൂത്രം ഇതിൻ്റെ സാര സർവസ്വമാണ്. അത് പ്രത്യേക ഒരു രീതിയിൽ സൂത്രരൂപത്തിൽ രചിച്ചുകൊണ്ടാണ് അതിന് വേദാന്ത സൂത്രം എന്ന് പറയുന്നത്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ഒരു പട്ടിക എടുക്കുമ്പോൾ വരുന്നതാണ് മഹാഭാരതത്തിൽ അന്തർഗതമായിരിക്കുന്ന
നാം ഇപ്പോൾ വിചാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഭഗവത്ഗീത ഒരു സ്വതന്ത്ര കൃതിയല്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ഭഗവത്ഗീത സ്വതന്ത്രമായി ഒരാൾ രചിച്ച ഒരൊറ്റപ്പെട്ട കൃതിയല്ല, മറിച്ച് ഇത് മഹാഭാരതം എന്ന് പറയുന്ന അതിവിശാലമായ ബൃഹത്തായ ആ ഇതിഹാസത്തിന്റെ ഒരു ഭാഗമാണ്. മഹാഭാരതത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മളെല്ലാം കേട്ടിട്ടില്ലേ, ഭാരതത്തില്ലാത്ത ഒന്നും ഈ ലോകത്തെങ്ങുമേ ഇല്ല അത്രേ. ഈ ലോകത്തിൽ ഉള്ളതൊന്നും മഹാഭാരതത്തില്ലാതെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം അടക്കി വെച്ചിരിക്കുന്ന, ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു കൃതിയാണത്തെ മഹാഭാരതം എന്ന് പറയുന്ന ഈ ഇതിഹാസം. 18 പർവ്വങ്ങൾ, 2000 അധ്യായങ്ങൾ, 1,00,000 ശ്ലോകങ്ങൾ. ശ്രദ്ധിച്ച ഒരാൾക്ക് ഈ മഹാഭാരതമൊക്കെ പഠിക്കണമെങ്കിൽ ഒരായുസിന്റെ നല്ല ഭാഗം തന്നെ എടുക്കേണ്ടി വരും. എത്രയോ സുഹൃതം ഉണ്ടായിട്ടാണ് ചില ആൾക്കാരൊക്കെ ഇതൊക്കെ നല്ലപോലെ പഠനം ചെയ്ത് വിചാരം ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മൾ നിസ്സാരമായിട്ട് കണ്ടാലും അങ്ങനെ അതിബൃഹത്തായ ഈ മഹാഭാരതത്തിന്റെ മധ്യത്തിൽ ഭീഷ്മപർവ്വത്തിൽ വരുന്നതായ ഒരു സന്ദർഭത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും തമ്മിലുള്ളതായ ഒരു സംവാദ രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടുന്നു. 23 മുതൽ 40 അധ്യായങ്ങളാണെന്നും 22 മുതൽ 45 അധ്യായം വരെയാണെന്നും രണ്ട് പക്ഷമുണ്ട്. എന്തുവാകട്ടെ, നമുക്ക് അതിലൊന്നും തർക്കിച്ചിട്ട് കാര്യമില്ല. ഈ ഭീഷ്മപർവ്വത്തിൽ വിടുന്ന 18 അധ്യായങ്ങൾ അതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയ്ക്ക് ഇതുപോലെ തന്നെയാണ് 18 അധ്യായങ്ങളുണ്ട്. എത്ര ശ്ലോകങ്ങളുണ്ട്? 700 701 രണ്ട് കണക്ക് പറയാറുണ്ട്. അതിലെല്ലാം അഭിപ്രായം ഏകീകരിക്കാനും പേടിച്ചു പറയാനും ഒക്കെ എളുപ്പമാണ്. അതിന് കാര്യകാരണസഹിതം നമ്മൾ തർക്കിക്കാൻ പോകാതെ കാര്യം മനസ്സിലാക്കിയാൽ മതി. 700 ശ്ലോകങ്ങളാണ് യഥാർത്ഥത്തിൽ. 13-ാം അധ്യായത്തിലെ ആദ്യ ശ്ലോകം പ്രകൃതിം പുരുഷം ചെയ്യുക ക്ഷേത്രം ക്ഷേത്രജ്ഞമേവച്ച എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം പ്രക്ഷിപ്ത ശ്ലോകമായി ഭഗവാൻ ഭാഷ്യകാരൻ ഒഴിവാക്കിയിരിക്കുകയാണ്, ശങ്കര ഭഗവത്പാദം. അതിനെ ഒഴിവാക്കിയാൽ 700 ശ്ലോകം. അത് ഉൾപ്പെടുത്തിയാണെങ്കിൽ 701 ശ്ലോകം. നമ്മുടെ ഈ ഗീതയിൽ, നമ്മൾ കിട്ടുന്ന ഗീതയിൽ ഇതിലൊക്കെ പലതിലും 701 പ്രിന്റ് ചെയ്തിട്ടുണ്ട്. 701 പഠിച്ചുകൊള്ളുക നല്ലത് തന്നെ. പക്ഷെ ഇങ്ങനെയാണ് ഈ കണക്കിൽ വ്യത്യാസം വരുന്നത്. ഇനി മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് 742 എന്നൊരു സംഖ്യ ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് നമുക്ക് അടക്കണ്ട. അപ്പൊ ഇങ്ങനെ 18 അധ്യായങ്ങൾ, ഗീതയിൽ 18 അധ്യായങ്ങൾ ഏതൊക്കെയാ? എല്ലാവരും ഗീതാ വിദ്യാർത്ഥികളാണല്ലോ. എത്ര അധ്യായം ഉണ്ടെന്ന് ചോദിച്ചാൽ 18. ഏതൊക്കെയാ ഗീതയിൽ 18 അധ്യായങ്ങൾ? ഇതൊക്കെ നമ്മൾ ചെറുതായിട്ട് അതിരിക്കുന്നതല്ല. അർജുന വിഷാദയോഗം, സാഖ്യയോഗം, കർമ്മയോഗം, ജ്ഞാനകർമ്മസന്യാസയോഗം, സന്യാസയോഗം അഥവാ ജ്ഞാനയോഗം, 6 ധ്യാനം അഥവാ അധ്യാത്മയോഗം, 7 ജ്ഞാനവിജ്ഞാനയോഗം, 8 അക്ഷരബ്രഹ്മയോഗം അഥവാ അക്ഷരാക്ഷര ബ്രഹ്മയോഗം, 9 രാജവിദ്യാ രാജഗുഹ്യയോഗം, 10 വിഭൂതി വിസ്തരയോഗം, 11 വിശ്വരൂപ ദർശനയോഗം, 12 ഭക്തിയോഗം, 13 ക്ഷേത്രജ്ഞ വിഭാഗയോഗം, 14 ഗുണങ്ങളെ വർണ്ണിക്കുന്ന ഒരു യോഗമുണ്ട്, ഗുണത്രയ വിഭാഗ യോഗം, 15 പുരുഷോത്തമ യോഗം, 16 ദൈവാസുര സമ്പദ് വിഭാഗ യോഗം, 17 ശ്രദ്ധാത്രയ വിഭാഗ യോഗം, 18 മോക്ഷകർമ്മ സന്യാസ യോഗം. അപ്പൊ സമയം 2 മണിക്കൂർ എത്തിക്കണമല്ലോ. അപ്പൊ ഇതിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് സമയം നീണ്ടു പോകാൻ നിങ്ങൾ ഓർക്കാനും മനസ്സിൽ ഓർമ്മ എനിക്ക് ഉണ്ടാകാനും ഇത്തരം പൊതുകാര്യങ്ങളൊന്ന് ഉറപ്പിച്ചു വെക്കും നല്ലതാണ്. അറിയുന്നവർക്ക് നല്ലത്, അറിയാത്തവർക്ക് കേൾക്കുമ്പോൾ അറിയാനും ശ്രമിക്കും. ഇങ്ങനെയുള്ള 18 അധ്യായങ്ങളിലായി വളരെ വിശദമായ ഒരു കാര്യം, ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞുകൊണ്ടേ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ
ഈ 3 ഗ്രന്ഥ പരമ്പരകളെയാണ് നമ്മുടെ അധ്യാത്മശാസ്ത്രത്തിൽ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ആചാര്യന്മാർ അംഗീകരിച്ചിരിക്കുന്നത്, പ്രാമാണികത്വം കൊടുത്തിട്ടുണ്ട്. അതിന് മൊത്തത്തിൽ പറയുന്ന പേര് പ്രസ്ഥാനത്രയം എന്നാണ്. അത് ഏതൊക്കെയാണ്? 1 ഉപനിഷത്തുകൾ, 2 ബ്രഹ്മസൂത്രം, 3 ശ്രീമദ് ഭഗവത്ഗീത. എന്തിന് നമ്മളിത് പറയുന്നു? നമുക്ക് ഈ ആയിരക്കണക്കിന് ഗ്രന്ഥശേഖരം ഉള്ളതിൽ ഏറ്റവും പ്രാമാണികത്വം കൊടുത്തേക്കുന്ന ഈ പ്രസ്ഥാനതരത്തിൽ ഉൾപ്പെട്ടതാണ് നമ്മൾ ഈ ചെറുതായ ഈ ഗീത എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. എന്തുകൊണ്ടാണത്? അതിൻ്റെ കണ്ടൻസ് അത്ര എന്താണ് പറയുന്നത്, ഗുരുത്വമുള്ളത്, ഗോപ്യമായുള്ളത്, ഫിലോസഫിക്കൽ തോട്ട്സ് ഇതിനേക്കാൾ വലുതായി കിട്ടാനില്ലാത്തതുകൊണ്ട് സർവോപരി ഏത് ലോകത്ത് ഏത് കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവനും പഠിച്ച് അനുഷ്ഠിക്കാവുന്ന രീതിയിലും ഈ തത്വം ഇതിനകത്ത് വിശദമാക്കിയിരിക്കുക. ഇതാണ് ഗീതയുടെ ഒരു മഹത്വം എന്ന് ഓർമ്മയിരിക്കട്ടെ. ഇനി ഈ പ്രസ്ഥാനത്തിൽ വരുന്ന ഗീത ഒരു പക്ഷേ മറ്റുള്ളതിനേക്കാൾ പ്രചാരം നേടിയിട്ടുള്ള ലോകത്ത് സാമാന്യ ജനങ്ങളുടെ ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം ഇതൊന്നും അത്ര പെട്ടെന്ന് കയറി അങ്ങ് പഠിക്കാനൊക്കെ ഇല്ല. ചോദിക്കും, ഗീത പെട്ടെന്ന് പഠിക്കാനൊക്കെ അതുമൊക്കെ ഇല്ലെങ്കിലും ആപേക്ഷികമായിട്ട് പറയുവാണെങ്കിൽ ഉപനിഷത്തെക്കാളും ബ്രഹ്മസൂത്രത്തെക്കാളും വളരെ ലളിതമാണ് ഇതിൻ്റെ ആഖ്യാന രീതി, ഇതിൻ്റെ സന്ദർഭം, ഇതിൻ്റെ ഉപദേശ രീതി. ഇനി ഗീതയിലെ സന്ദർഭം നോക്കാം. ഗീതയിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? ഇതൊരു ഉപദേശ ഗ്രന്ഥമാണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് മൊത്തം വരുന്നുണ്ട്? 4 പേരുണ്ട്. 1 ധൃതരാഷ്ട്രൻ, 2 സഞ്ജയൻ, 3 അർജുനൻ, 4 നിറഞ്ഞു നിൽക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ്. ഈ 4 പേരാലും നിർഗണിക്കേണ്ട 700 ശ്ലോകങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. തുടങ്ങുന്ന ആദ്യ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം, 8 ശ്ലോകമാണ് ധൃതരാഷ്ട്ര നാക്കിൽ നിന്ന് പുറത്തു വന്നത് ഒരു ചോദ്യമായിട്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവാശൈവ കിമബ്രൂത സഞ്ജയ എന്നൊരു ചോദ്യം. ഈ ചോദ്യം വന്ന ഒറ്റ ശ്ലോകം ധൃതരാഷ്ട്രൻ. പിന്നെ സഞ്ജയൻ. ആരായി സഞ്ജയൻ? ധൃതരാഷ്ട്രയുടെ ഉറ്റമിത്രമാണ്, സെമ്മിക്കായി ജ്ഞാനദർശനമുള്ളയാളാണ്, സകല ഇന്ദ്രിയങ്ങളെയും ജയിച്ചയാളാണ്, അതിവിശിഷ്ടനായ ഒരു ജ്ഞാനമാർഗത്തിൽ ഉന്നത സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ സഞ്ജയൻ. ഈ സഞ്ജയനാണ് 2ാമതൊരു ക്യാരക്ടറായിട്ട് ഗീതയിൽ വരുന്നത്. അദ്ദേഹത്തിനുള്ള റോൾ എന്താണ്? റോഡ് വേറൊന്നുമല്ല, കൃഷ്ണനും അർജുനും ശ്രീകൃഷ്ണാർജുന സംവാദം എന്നല്ലേ നമ്മൾ ഗീത അവസാനിപ്പിക്കുന്നതെല്ലാം പറയുന്നത്. ശ്രീകൃഷ്ണനും അർജുനും എന്നൊക്കെ ഈ സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇന്നാരിന്നത് പറഞ്ഞു അല്ലേ, ഇത് കേട്ടപ്പോൾ ഭഗവാൻ ഇത് പറഞ്ഞു, ഇങ്ങനെ ഇതെല്ലാം റിപ്പോർട്ടർ സ്പീച്ചായിട്ട് പറഞ്ഞു തരുന്ന ഒരു രീതിയാണ് സഞ്ജയനുള്ളത്. അത് സഞ്ജയൻ്റെതായ ഉപദേശങ്ങളൊന്നും അതിൽ വരുന്നില്ല. അതങ്ങനെ ധൃതരാഷ്ട്രൻ ചോദിച്ചപ്പോൾ ആദ്യം ചോദിച്ചു. അപ്പോൾ സഞ്ജയൻ പറഞ്ഞു, ദൃഷ്ട്വാത് പാണ്ഡവാനീകം പീഠം ദുര്യോധനസ്തത പറഞ്ഞു തുടങ്ങും. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും സഞ്ജയൻ ഈ രംഗം നമ്മളെ അവതരിപ്പിച്ച് കാണിക്കുന്നതാണ്. എന്നിട്ട് 3ാമത്തെ ക്യാരക്ടറാണ് അർജുനൻ. അർജുനൻ ഭഗവാനോട് ധാരാളം സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കും. ആ സഞ്ജയൻ അർജുനൻ ചോദിക്കുന്ന സംശയങ്ങൾക്കും ഇനി ലോകത്തിൽ നമ്മളെയൊക്കെ പ്രതിനിധീകരിച്ചാണ് അർജുനൻ എന്നുള്ള ക്യാരക്ടർ ഗീതയിൽ വന്നിരിക്കുന്നത്. ആർക്കും ഭാവിയിൽ ഉണ്ടാവുന്ന എല്ലാ സംശയങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭഗവാൻ നൽകുന്ന ഉത്തരങ്ങളാണ് ബാക്കി ശ്ലോകങ്ങളെല്ലാം. ഗീത ഉപദേശിക്കുന്ന സന്ദർഭം ഏതാണ്? അത് നമുക്ക് കേട്ട് പരിചയമുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞിട്ട് നല്ലതാണ്. ഇതിലേക്ക് കടക്കുന്നതിനുണ്ട് അതിഗംഭീരമായൊരു യുദ്ധരംഗം. മഹാഭാരത യുദ്ധം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. ഇരുസേനകളും തയ്യാറെടുത്ത് യുദ്ധത്തിന് വേണ്ടി ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ വന്ന് നിരന്നു. ആദ്യമായി ഭീഷ്മർ ശംഖനാദം മുഴക്കി. തുടർന്ന് ഭഗവാൻ പാണ്ഡവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് സാരഥിയായി വന്ന കൃഷ്ണൻ തൻ്റെ ശംഖനാദം മുഴക്കി.
യുദ്ധത്തിനെല്ലാം തീരുമാനമായി. എല്ലാവരും ഇങ്ങനെ ത്രില്ലായി നിൽക്കുവാണ്. ഈ സമയം യുദ്ധം ചെയ്ത് ജയം നേടിയെടുക്കാൻ പാണ്ഡവരും കൗരവരും ഒരുപോലെ ചുണയോടുകൂടി അങ്ങേയറ്റം താല്പര്യോട് നിൽക്കുന്ന സന്ദർഭത്തിൽ അർജുനനും അങ്ങനെ തന്നെ നിൽക്കുന്നു, മറന്നു പോരുത്. അർജുനൻ തൻ്റെ തേരാളിയായിട്ടിരിക്കുന്ന സർവേശ്വരനായ ലോകേശ്വരനായ ഇനി മുതൽ കുറച്ച് കഴിയുമ്പോൾ തൻ്റെ എല്ലാമായ ഗുരുവായി മാറാൻ പോകുന്ന ഭഗവാനോട് പറഞ്ഞു, ഹേ കൃഷ്ണ, ഈ തേരിനെ ഈ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തൂ, ഞാൻ ഇവരെയൊന്ന് കാണട്ടെ. ഒരു വിനീത അനുസരണയുള്ളതായ ഒരാളിനെ പോലെ, തേരാളിയല്ലേ, തൻ്റെ യജമാനൻ പറഞ്ഞ കാര്യം ഇതാ ഞാൻ കേൾക്കുന്ന മട്ടിൽ ഒരല്പം പോലും സംശയിച്ചില്ല. കൃഷ്ണൻ തേരെടുത്തു, മധ്യത്ത് കൊണ്ടു നിർത്തി, മുഖാമുഖം ഭീഷ്മരെയും ദ്രോണരെയും കൃപരെയും കർണനെയും ഒക്കെ കാണാവുന്ന അതേ സ്ഥാനത്ത് കൊണ്ടു നിർത്തി. ഒന്ന് നോക്കി, പെട്ടെന്ന് വില്ലാളി വീരനായ അർജുനൻ, ലോകത്ത് ഭയം എന്ന് പറഞ്ഞാൽ അർജുനന്റെ പേര് പറഞ്ഞാൽ ഭയം ഓടും എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലേ? അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനും തുടങ്ങിയ ശ്ലോകം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടോ സ്കൂൾ ക്ലാസ്സിൽ? അർജുനന്റെ ഈ 10 പേരുകൾ ചൊല്ലിയാൽ മാത്രം മതി, ആരിലും ഉണ്ടായിട്ടുള്ള സകല ഭയങ്ങളും ഒളിച്ചോടും എന്ന് പ്രസിദ്ധനായിരിക്കുന്ന ഈ അർജുനൻ ഇവരെല്ലാം ഒന്ന് നോക്കിക്കണ്ടു. എന്നൊന്നില്ലാത്ത ഒരു വിഭ്രാന്തി തനിക്ക്. ഞാൻ ഇവരോട് വേണോ യുദ്ധം ചെയ്യാൻ? പോരാ, ഞാൻ ഇവരെയാണല്ലോ കൊല്ലാൻ പോകുന്നു തുടങ്ങിയ ആ ശങ്കകൾ ഓരോന്ന് മനസ്സുദിച്ചു. തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ, ശരീരത്തിനൊരു ദൗർബല്യം, ബലഹീനത. 1-ാം അധ്യായത്തിൽ നിങ്ങൾ കണ്ടതാണ് ആ അർജുനന്റെ സ്ഥിതി. ആകെ വിയർത്ത് ഇന്ന് നിന്ന് പറയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് അർജുനൻ മാറി. എന്നിട്ടോ തൻ്റെ കയ്യിൽ നിന്ന് വിശിഷ്ടമായിരിക്കുന്ന ഗാണ്ഡീവം പോലും ഇതാ താഴെ വെച്ചു. ഭഗവാന്റെ മുമ്പിൽ ഉറപ്പായിട്ട് പറഞ്ഞു, അർജുന, അല്ല ഭഗവാനെ, ഇനി ഈ യുദ്ധത്തിന് ഞാനില്ലേ ഇല്ല. ഇവരെയൊക്കെ, ഈ ബന്ധുജനങ്ങളെയൊക്കെ കൊന്നിട്ട് ഒരു ഭോഗവും എനിക്ക് അനുഭവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ ശേഷിയില്ലാത്തവനെ പോലെ ഇതി കർത്തവ്യതാമൂഢനായി അർജുനൻ മാറി. ഭഗവാൻ ഇതിൻ്റെ കുറെ ന്യായവാദങ്ങളൊക്കെ പറയുന്നത് നമുക്ക് അതിലേക്ക് ഇപ്പോൾ കിടക്കണ്ട. ഈ ന്യായവാദങ്ങൾ ഓരോന്ന് കേട്ടപ്പോഴും ഭഗവാൻ ഉള്ളിൽ പിഞ്ചരിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല. പക്ഷെ 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഈ ഭഗവാൻ ചോദിച്ചു, അർജുന, നിനക്ക് എവിടെ നിന്ന് വന്നു ഈ കശ്മല ബുദ്ധി? ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം എന്ന് തുടങ്ങിയ ശ്ലോകത്തിലൂടെ ഇങ്ങനൊരു ചോദ്യം ഭഗവാൻ ചോദിക്കുന്നു. ഭഗവാൻ ആദ്യ വാക്കിതാണ്. ഇതൊക്കെ കേട്ടും അർജുനൊരു മാറ്റവും വന്നില്ല. അനാര്യജുഷ്ടമാണ്, അസുർഗ്യമാണിത്. ശ്രേഷ്ഠന്മാർക്ക് ചേർന്നതല്ല, ഇത് അസുർഗ്യവും കൂടിയാണ്. അതുകൊണ്ട് നീ ഉപേക്ഷിക്കേണ്ടതാണ്. ക്ലൈബ്യം മാസ്മകമം പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തിക്ത ഉത്തിഷ്ഠപരന്തവ. ഈ ക്ലീബത ഉപേക്ഷിച്ചിട്ടല്ലേ അർജുന, എഴുന്നേൽക്കൂ. ഇതൊക്കെ കേട്ടിട്ടും അർജുന് പറയത്തക്ക മാറ്റമൊന്നും അപ്പോഴും വന്നില്ല. അർജുൻ വീണ്ടും പഴയതുപോലെ കുറെ പരിവേദനങ്ങൾ ഭഗവാന്റെ മുമ്പിൽ അങ്ങോട്ട് അവതരിപ്പിച്ചു. അവസാനം പറഞ്ഞു വന്നിട്ട് അർജുനൻ തന്നെ സ്വയം ഒരു പ്രത്യേക മനസ്സിന്റെ ഭാഗത്തിലെത്തി. ഞാൻ പറയുന്നത് ശരിയാണോ? ഇത് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുപോലും എനിക്ക് സംശയം വന്നു. അവസാനം തൻ്റെ പറ്റിപ്പോലും എനിക്ക് വിശ്വാസമില്ലാകുമ്പോൾ ഭഗവാൻ സർവാത്മന ശരണം പ്രാപിച്ചു. അവിടെയാണ് ഭഗവാന്റെ മുമ്പിൽ അർജുനൻ ശരണാഗതനായി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാനോട് അപേക്ഷിക്കുവാണ്. കർപ്പണ്യദോഷോപഗത സ്വഭാവ പൃച്ഛാമി ത്വാം
ധർമ്മസമ്മൂഢചേതാ യശ്രേയസ്യാം നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഓ ഭഗവാനെ, അങ്ങയുടെ മുമ്പിൽ ഞാനിതാ സർവസമർപ്പണം ചെയ്യുന്നു. കാർപ്പണ്യ ദോഷത്താൽ ഉപഹൃതമായിരിക്കുന്നതാണ്. ഞാനിപ്പോൾ എങ്ങനെ ഇരിക്കുവാണ്? തനി അജ്ഞാനിയാണ്. ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തവനായി, ഞാൻ ഒന്നും അറിയാത്തവനായി അങ്ങേ ഇതാ ശരണം പ്രാപിക്കുന്നു. അതുകൊണ്ട് എന്ത് വേണം? എനിക്ക് ശ്രേയസിന് എന്താണോ ആവശ്യം അത് അങ്ങ് ഉപദേശിക്കണം. ശ്രേഹ പ്രത്യേകമായി ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു വാക്കാണ്. നമുക്ക് പിന്നാലെ വരുന്നു. കർമ്മയോഗം തുടങ്ങുമ്പോൾ ഈ ചോദ്യം തന്നെ വരുന്നു. അതിനെന്ത് വേണം? ശാധിമാ. അങ്ങനെ ശാധി എന്നുള്ള വാക്കിന് എന്താ പറയുന്നത്? ശാസിച്ചാലും. അങ്ങനെ ശാസിക്കണം ഭഗവാനെ. ഞാൻ ഏത് മാർഗത്തിലേക്ക് പോണോ അതിന് വേണ്ട ഉപദേശം ചെന്ന് ശാധിമാം ത്വാം പ്രപന്നൻ, അങ്ങയെ ശരണം പ്രാപിച്ചിട്ട് തന്നെ ശാസിച്ചാലും എന്ന് പറഞ്ഞ് ആ ഉപദേശത്തിന് വേണ്ടി യാചിച്ചു, അപേക്ഷിച്ചപ്പോഴാണ് ഭഗവാൻ പുഞ്ചിരിച്ചവൻ എന്നെ പോലെ ഗീതയിൽ 2-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകം മുതൽ ഉപദേശം ആരംഭിക്കുന്നു. ആ 11-ാം ശ്ലോകത്തിൽ ഉപദേശം ആരംഭിക്കുന്നത് തന്നെ നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ ആ രംഗം കൂടെ കണ്ടേച്ച് കർമ്മയോഗത്തിലൂടെ കിടക്കാം. ഇപ്പോൾ നമ്മുടെ ഭഗവാന്റെ ഈ ഇവിടുത്തെ ദീപാരാധന നടക്കുവാണ്. ദീപാരാധന നടക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാന്റെ തിരുനാമം ചോദിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കും. ആരും എഴുന്നേറ്റ് പോകരുത്. ഇങ്ങനെ അവിടെ ഇരിക്കുക. ഇവിടെ നിന്ന് ഭഗവാനെ മനസ്സിൽ കണ്ട് ഭഗവാന്റെ ഒരു തിരുനാമം ജപിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തുടരാം. നമ്മൾ പറഞ്ഞുകൊണ്ടുള്ള ഭാഗം നിങ്ങളുടെ എല്ലാം മനസ്സിലിരിക്കട്ടെ. ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ. കണ്ണന്റെ പുണ്യനാമവർണ്ണനം കർണത്തീരെന്നു കേൾക്കും ഞാൻ. കർണത്തിൽ കേട്ടുപോൾ മയിൽ കൊണ്ടും കണ്ണീരിലെന്നു മുങ്ങും ഞാൻ. കണ്ണീരിൽ മുങ്ങി ശുദ്ധനായി നാമം തന്നെത്താനെന്നു പാടും ഞാൻ. തന്നെത്താൻ പാടി മോദത്താൽ മണ്ണും വിണ്ണുമെന്നു മറക്കും ഞാൻ. മണ്ണും വിണ്ണും മറന്നു ഭക്തി സമ്പൂർണനായെന്നു തുള്ളും ഞാൻ. തുള്ളിക്കാളിച്ചൻ സംസാരക്കള കളികളെന്നു മായ്ക്കും ഞാൻ. അക്കളം നയ്ക്കും കേളികൊള്ളൂമൻ ആട്ടവും കഴിഞ്ഞ മതൽ മാടി തട്ടിലേക്കെന്നു വീഴും ഞാൻ. വീഴുമതം ആട്ടവും കഴിഞ്ഞ മതൽ മടിത്തട്ടിലേക്കെന്നു വീഴും ഞാൻ. വീഴുമതൻ ശീതളാംഗത്തിൽ സാനന്ദമെന്നുറങ്ങും ഞാൻ. ഉറങ്ങുമ്പോഴുള്ളിൽ കായാമ്പൂവർണ്ണം കണ്ടുകൊണ്ടെന്നുറങ്ങും ഞാൻ. ഉണരുമ്പോൾ മുന്നിൽ കരിമുകിൽ വർണ്ണൻ തിരുമേനി എന്നു കാണും ഞാൻ.
ഉറങ്ങുമ്പോഴുള്ളിൽ കായാമ്പൂവർണ്ണം കണ്ടുകൊണ്ടെന്നുറങ്ങും ഞാൻ. ഉണരുമ്പോൾ മുന്നിൽ കരിമുകിൽ വർണ്ണം തിരുമേനി എന്നു കാണും ഞാൻ. കണ്ണന്റെ പുണ്യനാമവർണ്ണങ്ങൾ കർണത്തിലെന്നു കേൾക്കും ഞാൻ. കർണത്തിൽ കേട്ടു കോൾമയേർ കണ്ടു കണ്ണീരെന്നു മുങ്ങും ഞാൻ. കണ്ണീരെന്നു മുങ്ങും ഞാൻ. കോട്ടൂരിൽ നിന്നുള്ള മഹാത്മാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. കോട്ടൂരിനെ കേട്ടിട്ടില്ലാത്തവരാരും കാണത്തില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് ഈ കീർത്തനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. കണ്ണൻ്റെ പുണ്യനാമവർണ്ണങ്ങൾ എന്നാണ് കേൾക്കാനൊക്കുന്നത്, അവിടുത്തെ എന്നാണ് കാണാനൊക്കുന്നത്. അവിടുത്തെ ഓരോന്നോരോന്ന് ചിന്തിച്ച് അദ്ദേഹം സർവം ആ ഭഗവാനെ തന്നെ കൊണ്ട് ലയിപ്പിക്കുന്ന അതിവിശിഷ്ടമായ ലളിതമായ പച്ച മലയാളത്തിലുള്ളതായ ഈ കീർത്തനം. ഇത്തരം കീർത്തനങ്ങളൊക്കെ പഴയകാലത്തൊക്കെ സന്ധ്യാവേളയിൽ നമ്മൾ വീടുകളിൽ ചൊല്ലുമായിരുന്നു. ഇപ്പോൾ ഒരു പക്ഷേ ഒട്ടും മുക്കാൽ ഭാഗങ്ങളും വീടിനും ഇതൊക്കെ പോയി സന്ധ്യയ്ക്ക് ടി വിയും അങ്ങനെ പലതുമായി മാറി. നമുക്കിപ്പോൾ അതിനെയൊന്നും വിമർശിക്കാനുള്ള ഈ അവസരം. തിരുനാമങ്ങൾ ചൊല്ലുന്നതിൻ്റെ വൈശിഷ്ട്യം എന്താണെന്ന് ആരറിയുന്നു? എത്രയോ മഹാത്മാക്കൾ അവസാന കാലത്ത് എല്ലാം അറിഞ്ഞുകൊണ്ടുപോയി ഭഗവാന്റെ തിരുനാമങ്ങൾ ലയിച്ചിരുന്നു. എന്നിന് പറയുന്നു, അതിപാവനമായിരിക്കുന്ന ഭാഗവത പുരാണം പോലും എല്ലാം എഴുതിയിട്ട് അവസാനം വ്യാസനയിൽ ചേർത്തിട്ടാണെന്നറിയാമോ? ഹരേ ഭവേ യഥാഭക്തി പാദയോസ്തവജായതേ തഥാ ഗൃഹ്വദേവേശ നാഹസ്തുന്നോ യദ പ്രഭു നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. നാമസങ്കീർത്തനം അത്ര വിശിഷ്ടമാണ് ഭക്തജനങ്ങളെ. നാമസങ്കീർത്തനങ്ങൾ നമ്മുടെ മനസ്സിലേക്കണം. എന്തറിഞ്ഞാലെന്താ? ഭഗവാന്റെ തത്വം അറിയുമ്പോൾ നമ്മുടെ വികാരഭാവങ്ങളെല്ലാം പോകും, വേറെ സത്യം. എങ്കിലും ഭഗവാന്റെ ആ വൈശിഷ്ട്യം. എന്തിന് ശിവൻ ഇനി ഒരു ഭാഗവതം പഠിക്കണമെന്ന് ചോദ്യം ഭാഗവത്തിൽ വന്നപ്പോൾ അതാണ് ഭഗവാന്റെ മഹിമ. ശിവൻ ഇനി ഭാഗവതം പഠിച്ചിട്ട് കാര്യം ഒരു കാര്യമില്ല. കാര്യം അദ്ദേഹം എല്ലാം അറിഞ്ഞ ആത്മാരാമനാണ്, ആത്മനിഷ്ഠനാണ്, സർവജ്ഞൻ. എല്ലാം ആത്മാരാമശ്ചമനയോ നിർഗ്രന്ഥ അഭിക്രമേ കുറുവന്തി അഹൈതുകും ഭക്തി യുദ്ധം ഹരി. ഭഗവാന്റെ വിശേഷങ്ങൾ ഇത്ര വലുതാണ്. തിരുനാമങ്ങൾ ജപിക്കുന്നതിൽ ഒരിക്കലും നമ്മൾ വെച്ച കാണിക്കുന്നു. മാത്രമല്ല, ഇത് മറ്റാരെയും ബോധ്യപ്പെടുത്താനുമാവുന്നത്. സ്വന്തം ഹൃദയം നിറഞ്ഞു വേണം നാമം ചൊല്ലാൻ. ഒരു 5 സെക്കൻഡെങ്കിലും ഈശ്വരനാമം ശ്രദ്ധാപൂർവം ചെല്ലാൻ ശീലിച്ച ഒരാൾക്ക് ഹൃദയം ദ്രവിക്കും. ഭഗവാന്റെ സർവജ്ഞത്വം അറിയുമ്പോൾ അത് ലയിക്കും. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ വന്നാൽ വീട്ടിലെ മണ്ണ് വിളക്കൊളുത്തി പൂജാവറിൽ നാമം ചൊല്ലുമ്പോൾ എത്ര വിഷയങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട്. ഇതിനെല്ലാം അതിജീവിക്കാൻ ഇഷ്ടമുള്ള ഒരു രൂപത്തിൽ ഭഗവാൻ മനസ്സ് നിർത്തി നല്ല ശക്തമായി ആ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്ന ഇഷ്ടമുള്ള നാമം, ഏത് നാമമായിക്കോട്ടെ, അത് ഗണപതിയാകട്ടെ, സരസ്വതിയാകട്ടെ, ദേവിമാരാരുമാകട്ടെ, ശിവനാകട്ടെ, കൃഷ്ണനാകട്ടെ, സുബ്രഹ്മണ്യസ്വാമി ആകട്ടെ, ശാസ്താവാകട്ടെ, ആരുമാകട്ടെ, ആ ഭഗവാങ്കൽ നല്ല വിശ്വാസത്തോടുകൂടി. വിശ്വാസം എന്ന് പറഞ്ഞാൽ പലർക്കും അന്ധവിശ്വാസമാണ്. ശരിക്കും വിശ്വാസം പലർക്കുമില്ല. നല്ല ഉറച്ച വിശ്വാസം വേണം. ആ വിശ്വാസത്തോടെ ഭഗവാന്റെ തിരുനാമങ്ങൾ ചൊല്ലി ശീലിച്ചു നമ്മുടെ ഹൃദയം വിശാലമാകും. ഹൃദയഗ്രന്ഥി ചിന്തന്തേ സർവസംശയാഹ എന്ന് ഉപനിഷത്ത് പറയുന്നതും ഭാഗവതം പറയുന്നതുമൊക്കെ ഇതുമായിട്ട് കൂട്ടിയോട് ചിന്തിക്കണം. എല്ലാ സംശയങ്ങളും ഭഗവാനുമായി അടുത്തു വരുമ്പോൾ നമുക്ക് മാറും. അപ്പോൾ ഈ തിരുനാമങ്ങൾ ജപിക്കുന്നത് ഈ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ വന്നെത്തുമ്പോൾ ഈ ചർച്ചകൾ ചെയ്യുന്ന, തത്വവിചാരം ചെയ്യുന്ന പോലെ തുല്യ പ്രാധാന്യം തന്നെയാണ്
ഭഗവാന്റെ തിരുനാമങ്ങൾ ചൊല്ലുന്നു. ഇപ്പം ഇടവേട് നമ്മൾ ദീപാരാധനയ്ക്ക് അവിടെ തിരുമ്പിൽ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ പോലും ആ ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു തിരുനാമം ജപിക്കുക എത്ര വലുതാണ്. ദീപാരാധന കഴിഞ്ഞു. ഇനി നമുക്ക് പറഞ്ഞു വന്നുകൊണ്ട് ബാക്കി തുടരാം. എവിടെ നമ്മൾ പറഞ്ഞിട്ട് നിർത്തി? ശാധ്യമാം ത്വാം പ്രപന്നം എന്ന് അർജുനൻ അപേക്ഷിച്ചതിനെ തുടർന്നാണ് ഭഗവാൻ ആ ഉപദേശം തുടങ്ങുന്നത്. 2-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽ 18-ാം അധ്യായം 66-ാം ശ്ലോകം വരെ, അതായത് അശോച്യാൻ നിശോചസ്തും പ്രജ്ഞാവാദാംശ ഭാഷേ ഗതാസൂന കഥാസൂംശ നാനിശോചന്തി പണ്ഡിത എന്ന് പറയുന്ന 11-ാം ശ്ലോകം മുതൽ 18-ാം അധ്യായത്തിലെ 66-ാം ശ്ലോകം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഈ ശ്ലോകം വരെയാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കര ഭഗവത്പാദർ ഗീതയ്ക്ക് ഭാഷ എഴുതിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ എന്നാണ് പറയുന്ന ഗീത. മറ്റേതിൻ്റെ ആരംഭവും ഉപക്രമ ഉപസാരംഭ ഭാഗങ്ങളാണ് ഗീതയിൽ മറ്റ് ശ്ലോകങ്ങളെല്ലാം. അപ്പോൾ ഈ ഉപക്രമ ഭാഗത്ത് 11-ാം ശ്ലോകം മുതൽ ഭഗവാൻ ഉപദേശിച്ചു തുടങ്ങി. ആദ്യമായി ഭഗവാൻ ഉപദേശിക്കാൻ തീരുമാനിച്ച മറ്റൊന്നുമല്ല, അർജുനന്റെ വൈക്ലഭ്യങ്ങൾ നല്ലപോലെ ഉൾക്കൊണ്ട് ഭഗവാൻ, അതാണ് ഭഗവാൻ സർവജ്ഞനല്ലേ, എല്ലാവരുടെയും ഉള്ളറിയുന്ന ഭഗവാൻ നല്ലതുപോലെ അർജുനെ മനസ്സിലാക്കി. ഈ പിടയ്ക്കുന്ന മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ഉടമസ്ഥനായ ഈ വില്ലാളി വീരനെ വീണ്ടും പഴയ ധീരതയിൽ കൊണ്ടെത്തിക്കാൻ എന്താണ് വേണ്ടത്, എന്തുകൊണ്ടാണ് താൻ അങ്ങനെയായതോ അതിനുള്ള കാര്യകാരണങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കാം എന്ന് നിശ്ചയിച്ച് ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ ഒരു തത്വവിചാരം ഭഗവാൻ ആരംഭിച്ചു. അദ്ദേഹം അർജുനൻ, ഞാൻ ഇവരെയൊക്കെ കൊല്ലണമോ? ഞാൻ മുഖാന്തരം ഭീഷ്മപിതാമഹനും ദ്രോണാചാര്യനും തുടങ്ങിയതായ ആദരണീയായ ആ നിരകളും എൻ്റെ സ്വജനങ്ങളും മറ്റു ബന്ധുക്കളും എല്ലാവരും മരിക്കുമെന്നോ? ഈ പാവം എവിടെ കൊണ്ടൊടുക്കാനൊക്കും? ഈ ദുഃഖം എങ്ങനെ സഹിക്കും? എത്ര ജന്മം കഴിഞ്ഞാൽ ഈ പാപം അനുഭവിച്ചു തീരും? ഇങ്ങനെയുള്ളതായ ശങ്കകൾ വന്നപ്പോൾ അർജുനെ ആദ്യം, നീ ആരെ കൊല്ലാനാണ്, ആരെ കൊല്ലിക്കാനൊക്കും എന്നുള്ള ചോദ്യത്തിന് നിന്ന് മറുപടി പറയാൻ തുടങ്ങി. അർജുന, നീ വെറുതെ എന്തിനിങ്ങനെ വെറുതെ ദുഃഖിക്കുന്നു? വിവരമുള്ള ആൾക്കാർ, പണ്ഡിതന്മാരാരും ജീവിച്ചിരിക്കുന്നവരെ പറ്റിയോ ഇനി വരാൻ പോകുന്നവരെ പറ്റിയും ദുഃഖിച്ച് ശീലമില്ല. ആദ്യ ഉപദേശം ഇതാണ്. നോക്കൂ, 11-ാം ശ്ലോകം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? എന്താ ശ്ലോകം? അശോച്യാൻ അന്വശോചസ്തും, ശോചിക്കപ്പെടാത്തവരെ പറ്റി നീ ശ്ലോകിക്കുന്നു. പ്രജ്ഞാവാദാംശ ഭാഷസേ, എന്നിട്ട് നീയോ നല്ല അറിവുള്ളവനെ പോലെ സംസാരിക്കുകയും ചെയ്തു. കുറെ ന്യായവാദങ്ങളൊക്കെ നേരത്തെ ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ ഇളക്കിയത്. അങ്ങനെ നീ അറിവുള്ളവനെ പോലെ സംസാരിക്കുന്നു, നേരെ വിരുദ്ധമായി ഇപ്പൊ ദുഃഖിക്കുകയും ശോചിക്കുകയും ചെയ്തു. ഗതാസൂന കഥാസംശ നാൻ ശോചന്തി പണ്ഡിത, ജീവിച്ചിരിക്കുന്നവരെ പറ്റിയും ഇനി വരാൻ പോകുന്നവരെ പറ്റിയും ഒരിക്കലും പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല. പണ്ടാ ശബ്ദം എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് എടുത്ത ഭാഗത്തൊക്കെ അത് പഠിച്ചവർക്ക് ഓർമ്മ കാണും. എവിടെയാണ്? നല്ല സമബുദ്ധിയുള്ളവരാണ് പണ്ഡിതൻ. വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനൈജൈവ ശുപാകേജ പണ്ഡിതാഹ എന്ന് ഗീതയിൽ തന്നെ നിർവഹിച്ചിട്ടുണ്ട്. ഇനി മരണമെന്ന് പറഞ്ഞ വാസ്തവത്തിൽ എന്താണ്? ഇതൊരു അവസ്ഥാന്തരമെന്നേ ഉള്ളൂ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖ അല്ല ആഗമാവായനോ അനിത്യ താം ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തർ ധീരസ്തത്ര മുഖ്യതി. ഭഗവാൻ പറഞ്ഞു, എടൂ അർജുന, ഈ ഒരു മനുഷ്യൻ ഉണ്ടായാൽ ബാല്യകാലം വരുന്നു, ബാല്യം കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ കൗമാരപ്രായമായി, ബാല്യോടെ പോയി, ബാല്യം മരിച്ചു, കൗമാരമായി, കൗമാരം കഴിഞ്ഞിട്ട് യൗവനം വന്നു, കൗമാരം മരിച്ചു, അല്ലേ? യൗവനനായി, യൗവനം കഴിഞ്ഞു, വൃദ്ധനായി, യൗവനം വരെയുള്ള എല്ലാം മരിച്ചു. ഇത്തിരി കഴിഞ്ഞ് വൃദ്ധൻ മരിച്ചു. അടുത്ത് ആ വൃദ്ധനം പോയപ്പോൾ ശരീരം പോയതിന്റെ പേരാണ് മരണം. ഇതൊരു അവസ്ഥാന്തരമാണ്. ഓരോരോ അവസ്ഥകൾ മരിച്ച് പുതിയ അവസ്ഥകൾ വരുന്ന പോലെ
വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി. ശരീരത്തിൽ കിടക്കുന്ന മുഷിഞ്ഞ വസ്ത്രം, കീറിയ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ വസ്ത്രം സ്വീകരിക്കുന്ന പോലെ ഈ ദേഹി കുറെ നാൾ കൊണ്ടു നടന്ന ഈ ശരീരം മുഷിഞ്ഞപ്പോൾ ഈ അവസ്ഥാന്തരങ്ങളെല്ലാം സംഭവിച്ചു. ഇനി വേറൊരവസ്ഥ വരാൻ ഇതിനെ ദൂരെ കളഞ്ഞിട്ട് പുതിയൊരു ശരീരം സ്വീകരിക്കുന്നതിന്റെ പേരാണ് മരണം എന്ന് പറയുന്നത്. എടോ, ഇതിൽ ദുഃഖിക്കാൻ എന്തിരിക്കുന്നു? ജനിച്ചവരെല്ലാം മരിക്കും. ജാതസ്യഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ. നോക്കണം, ജനിച്ചവരെല്ലാം മരിക്കും, മരിച്ചവരെല്ലാം ജനിക്കുകയും ചെയ്യും. അത് മറന്നുപോരും. ജനിച്ചാൽ മരിക്കുന്നുള്ള മാത്രമല്ല സത്യം, മരിച്ചാൽ ജനിക്കുകയും ചെയ്യും. ഇനി മോക്ഷം എവിടെ ആയിരിക്കുന്നു? കർമ്മം ഈ ലോകത്ത് ജനിച്ചവരെല്ലാവരും ചെയ്തേ മതിയാവും. കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭോ മാതേ സന്തോസ്തു അകർമ്മണി. വളരെ വിശിഷ്ടമായ ഗീതയിൽ ഒരു ശ്ലോകം. ഒരുപക്ഷെ കർമ്മയോഗത്തിന്റെ ചർച്ചകൾ ഗീതയിൽ ഏതെല്ലാം ഭാഗത്ത് വന്നിട്ടുണ്ടോ, 3-ാം അധ്യായം മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ കർമ്മയോഗത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സംക്ഷിപ്തമായെടുത്ത് ക്യാപ്സൂൾ പരുവത്തിൽ അവതരിപ്പിച്ച ഗീതയിലെ അതിപ്രസാദമായിരിക്കുന്ന ഒരു ശ്ലോകമാണ് 2-ാം അധ്യായത്തിൽ ഇടുന്ന ഈ കർമ്മയോഗങ്ങളുടെ രഹസ്യമായിരിക്കുന്ന ഈ ശ്ലോകം. ഇത് ഉപദേശിച്ചു കൊടുത്തു. എന്താ പറഞ്ഞത്? നീ കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥനാണ്. കർമ്മഫലത്തിൽ നിന്റെ മനസ്സ് പോകരുത്. ഫലാപേക്ഷ കൂടാതെ സ്വധർമ്മം എന്ന രൂപത്തിൽ ശുഷ്കാന്തി കൂടി പൂർണ്ണമായ ആത്മാർത്ഥത്തോടി തനിക്ക് വന്നുകൂടി കർമ്മം ചെയ്തോളൂ. മാ കർമ്മഫല ഹേതുർഭൂ, കർമ്മഫലത്തിന് ഹേതുർഭൂവായി മാറരുത്. മാതേ സംഗോസ്തു അകർമ്മണി. അകർമ്മണി, കർമ്മം ചെയ്യാതിരിക്കുന്ന അലത്തിലും ചെന്ന് വീഴരുത് എന്നുള്ള ഈ 4 നിയമവും പറഞ്ഞു കൊടുത്തിട്ട് തൊട്ടടുത്ത് ഭഗവാൻ ചേർത്ത് പറഞ്ഞു, യോഗസ്ഥ കുരു കർമാണി. നീ കർമ്മം ചെയ്യുമ്പോൾ ഇതുകൂടെ മനസ്സിൽ വെച്ചോണം, യോഗസ്ഥനായി കർമ്മം ചെയ്യണം. എന്താണ് യോഗസ്ഥൻ? സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗമുച്ചരി എന്നവിടെ യോഗശബ്ദത്തെ നിർവചിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഈ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധോ ശരണമന്വിച്ചു എന്നൊക്കെയുള്ള ഭാഗങ്ങൾ അത്ര വിശേഷമായി പറഞ്ഞു കൊടുത്തു. അവസാനമായി ഈ ജ്ഞാനകാലത്തിൻ്റെയും കർമ്മയോഗവും എല്ലാം പൂർണ്ണമായി ഉള്ളിൽ ലയിച്ച് ജ്ഞാനപ്രകാശിതമായിരിക്കുന്ന ഒരു ആത്മജ്ഞാനിയുടെ ലക്ഷണവും പറഞ്ഞു കൊടുത്തു. ഗീതയിൽ ആ ഭാഗത്ത് ആ ജ്ഞാനനിഷ്ഠനെ അഥവാ ആ സാഖ്യനെ വിശേഷിപ്പിക്കുന്ന പദം സ്ഥിതപ്രജ്ഞ എന്നാണ്. അങ്ങനെ സ്ഥിതപ്രജ്ഞ ലക്ഷണമായിരിക്കുന്ന 18 ശ്ലോകങ്ങൾ ഉപദേശിച്ചു കൊടുത്തിട്ട് അവസാനമായി പറഞ്ഞു, അർജുന യേഷാ ബ്രാഹ്മീ സ്ഥിതിപാർത്ഥ നൈനാം പ്രാപ്യ മുഖ്യതി സ്ഥിത്വാസ്യാം അന്തകാലേവി ബ്രഹ്മനിർവ്വാണം വൃച്ഛതി. നോക്കൂ, ആ ജ്ഞാനിയുടെ വൈശിഷ്ട്യം, ആ ജ്ഞാനിയുടെ ശ്രേഷ്ഠമായ അത്യന്തം ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യങ്ങൾ ഉപദേശിച്ചു. 2-ാം അധ്യായം അവിടെ ഉപസംഹരിച്ചു. ഈ കർമ്മയോഗം എന്ന് പറയുന്ന 3-ാം അധ്യായത്തിൽ 43 ശ്ലോകങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് 43 ശ്ലോകങ്ങളും ഒന്നൊന്നായി വിശദമായി ചർച്ച ചെയ്തു പോകാൻ ഈ 5 ദിവസം കൊണ്ട് സാധിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം. നമുക്കൊരു സാമാന്യ രൂപത്തിൽ ഇതിൻ്റെ ഒരു കവറേജ്, എന്നാൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുകയും വേണം. അങ്ങനെയുള്ളതായ ഒരു ചർച്ചയിലേക്ക് കടക്കാം. നിങ്ങൾ എന്നോടൊത്ത് സഹകരിക്കണമെന്ന് പ്രത്യേകം ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മളിതൊരു ഉത്സവത്തിൽ നടത്തുന്ന ഒരു ഒരു കാര്യപരിപാടിയല്ല. ഒരു സംഗീത കച്ചേരി ഞാൻ ചെന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഉൾക്കൊണ്ട് നല്ലപോലെ കേട്ട് മനസ്സിലാക്കണം. കാമ്പോജി ശങ്കരാഭരണം ഒക്കെ പാടിയത് എങ്ങനെയാണ്, രാഗം പാടിയത് ശരിയായിരുന്നു, സ്വരം പാടിയത് ശരിയായിരുന്നു, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ആർക്കും പറയാറില്ല. എന്നത് അത് ശ്രദ്ധിക്കേണ്ടവരെ അത് ശ്രദ്ധിച്ചോളൂ. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മളൊരു തത്വവിചാരം ചെയ്യുമ്പോൾ ഏത് വിഷയമാകട്ടെ, വിശേഷിച്ച് ആത്മാനാത്മ വിചയനം ചെയ്യുന്നിടത്ത്, നമ്മളൊരു ഗ്രന്ഥത്തെ ആസ്പദമാക്കി ചർച്ച ചെയ്യുന്നിടത്ത് വക്താവും ശ്രോതാക്കളും ചേർന്ന് പോയെങ്കിലേ നമുക്കൊരു പ്രയോജനം. 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഭഗവാൻ ഇതാ 3-ാം അധ്യായം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. അഥ തൃതീയോധ്യായ കർമ്മയോഗ. അർജുന ഉവാച ജായസീ ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസീതി
നിയോജയസി കേശവ വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാം. ജ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാം. ജനാർദ്ദന, അല്ലയോ ഭഗവാനെ കൃഷ്ണ, കർമ്മണഃ ബുദ്ധി ജ്യായസി മതാ ചേത്, കർമ്മത്തെക്കാൾ ബുദ്ധി ശ്രേഷ്ഠമാണ്, ജ്ഞാനം ശ്രേഷ്ഠമാണ് എന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ ഹേ കേശവ, മാം ഘോരേ കർമ്മണി കിം നിയോജയസി, എന്നെ ഈ ഘോരമായ കർമ്മത്തിലേക്ക് അങ്ങ് എന്തിനാണ് നിയോഗിക്കുന്നത്? എന്താണ് ഇങ്ങനെ സംശയം ചോദിക്കാൻ കാരണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2-ാം അധ്യായത്തിൽ ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും സ്വധർമ്മത്തിന്റെയും ഒക്കെ വൈശിഷ്ട്യം പറഞ്ഞെങ്കിലും ജ്ഞാനിയാണ് ശ്രേഷ്ഠൻ, ജ്ഞാനിയാണ് പരമമായ ആ ആത്മലക്ഷ്യയുടെ തൊട്ടുവക്കിൽ നിൽക്കുന്നതാണ്. കർമ്മയോഗം അനുഷ്ഠിക്കുന്ന ആൾ അവസാനം എത്തുന്നത് ജ്ഞാനിയായിട്ടാണ് ചെന്ന് മാറാൻ പോകും. 2 മാർഗങ്ങൾ കൂടെ ഒരു ലക്ഷ്യത്തിൽ ചെല്ലുന്ന പോലെയാണ്. 2 വഴികളിൽ കൂടെ നമ്മൾ ഒരു സ്ഥാനത്ത് ചെല്ലുമ്പോൾ ആ ചെന്ന സ്ഥാനം ഒന്നാണ്. വഴി അവിടെ 2. ഇപ്പോൾ ഇവിടെ നമ്മൾ ഭരണിക്കായി പോകണമെങ്കിൽ ഇവിടുന്ന് വടക്കോട്ട് ചെങ്ങുന്നിൽ മുക്കിൽ ചെന്ന് പടിഞ്ഞാട്ട് നടന്നാലും ചെല്ലും, തെക്കോട്ട് നടന്ന് ഊക്കമുക്കി ചെന്ന് പടിഞ്ഞാട്ട് നടന്നാലും നമ്മൾ ഭരണിക്കാവ് ചെല്ലും. ലക്ഷ്യം ഭരണിക്കാവിന് മാറ്റമുണ്ടോ? ഇല്ല, മാർഗവ്യത്യാസം. ഇതുപോലെ എല്ലാ കർമ്മയോഗികളുടെയും കർമ്മങ്ങളെല്ലാം അതിനുമ്പ് പൊഴിയും. കാര്യം ഇനി കർമ്മം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക്, നൈകർമ്മസ്ഥിതിയിലേക്ക് ചെല്ലും ജ്ഞാനി ആകാറ് ആൾപടി. ഇപ്പൊ ജ്ഞാനം ഏറ്റവും ഉത്തുംഗമായ ശ്രേഷ്ഠ പദവി തന്നെയാണ്. അങ്ങനെ ജ്ഞാനകാര്യങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് അങ്ങ് പറയുകയും പിന്നെ എന്നോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് ജ്ഞാനമാർഗത്തിൽ പോയാൽ പോരെ എന്നൊരു സംശയം. പിന്നെ ഭഗവാൻ പറഞ്ഞതിന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹേസിവുമേ. വ്യാമിശ്രേണേവ ഇവ വാക്യേന, പലതും കൂട്ടിക്കലർത്തിയതുപോലെ ഉപദേശിക്കുക എന്ന വാക്കുകൾ കൊണ്ട് മേ ബുദ്ധിം മോഹേസി ഇവ, അങ്ങ് എൻ്റെ ബുദ്ധിയെ ആശയക്കുഴപ്പത്തിലാക്കിയതാണോ എന്നെനിക്കൊരു സംശയം. അർജുന്റെ സംശയമാണ്, ഭഗവാൻ ആശയക്കുഴപ്പത്തിലാക്കിയതാണോ നിങ്ങൾ ധരിച്ചു കളയരുത്. അർജുന്റെ സംശയമാണ്. ഏന അഹം ശ്രേയ ആപ്നുയാം, ഏതൊന്നുകൊണ്ട് എനിക്ക് ശ്രേയസ് കൈവരുമോ തത് ഏകം അപ്രകാരമുള്ളവരെണ്ണം നിശ്ചിത്യവത്, ഏതൊന്നുകൊണ്ട് എനിക്ക് പരമമായ ശ്രേയസ് വരുമോ അതിനെ അങ്ങ് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞുതരും. ജ്ഞാനമുണ്ട്, കർമ്മമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഏതാണ് ആഗ്രഹിക്കുന്നത്? പരമമായ ശ്രേയസ്സാണ്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ശ്രേയസ് എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ നമുക്കെല്ലാം അറിയാം അല്ലേ? ശ്രേയസ്സാണ്. ജീവിതത്തിലെ എല്ലാ അഭ്യുന്നതകളും കൂടെ ചേർത്താണ് ശ്രേയസ് എന്ന് പറയുന്നത്. എങ്കിലും വേദാന്ത വിചാരം ചെയ്യുന്നിടത്ത് ശ്രേയസ് പ്രേയസ് എന്ന് 2 വാക്കുകൾ ആധ്യാത്മിക ബുദ്ധിയോടുകൂടി ധർമാചരണത്തോടുകൂടി മോക്ഷപ്രാപ്തിയെ ലക്ഷ്യമാക്കി ആ അഭ്യുന്നതിലേക്ക് ഉയർന്നു വരുന്ന വിശാലമായ മാർഗമാണ് ശ്രേയസിന്റെ മാർഗം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കട്ടെ. പ്രേയസ് എന്ന് പറഞ്ഞാലോ അങ്ങനെ ഒരു ലക്ഷ്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം, ലോകം ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത പാന്റും ഷർട്ട് ഇടണം, അല്ലെങ്കിൽ സാരിയോ ചുരിദാറോ ഇടണം, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഇതിലുള്ള വാഹനത്തിൽ നടക്കണം, ഏറ്റവും വലിയ മാളികയിൽ സഞ്ചരിക്കണം, ഇങ്ങനെയുള്ളതായ ലൗകിക പ്രൗഢികളിൽ ഭ്രമിച്ച് അതിൻ്റെ ഒരു സംഭാരം ജീവിതത്തിൽ ഉണ്ടാക്കി അതിനെയെല്ലാം സംഭരിച്ച് താനാണ് ഏറ്റവും വലിയ എന്നുള്ളതായ ഒരു അഭിമാന ഗർവത്തോടുകൂടി അവന് ജീവിക്കണം. ഈ വലിപ്പത്തിന്റെ മാർഗത്തിന് പറയുന്ന പേരാണ് എന്താണ്? പ്രേയസ്. ശ്രേയസ് എന്ന് പറഞ്ഞാലോ, ശ്രേയസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞല്ലോ, ലക്ഷ്യം മോക്ഷം തന്നെയാണ്. എന്താണ് മോക്ഷം? ആത്മജ്ഞാനം ശരിക്കും അനുഭവവേദ്യമാകുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുമോ?
അങ്ങനെ അവസ്ഥയിൽ നിങ്ങളോ ഞാനോ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ സംസാരിക്കത്തില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിയവരാരും എങ്ങും പ്രസംഗിക്കാൻ പോകാറില്ല. അവര് അത് അനുഭവിച്ചറിഞ്ഞവിടെ ഇരിക്കും. പിന്നെ അവരുടെ മുമ്പിൽ ആവശ്യക്കാർ ചെന്നാൽ വേണ്ട കാര്യം ചെന്ന ആളിൻ്റെ ആ പക്വത അനുസരിച്ച് പറഞ്ഞു കൊടുക്കും. അത്രയേ ഉള്ളൂ. അവരെപ്പോഴും ശാന്തമായിരുന്ന അവരേത് നിഷ്ഠയിലാണോ ഇരിക്കുന്നത് അതിൽ തന്നെ സ്ഥിരമായിരിക്കുന്നതുകൊണ്ടാണ് സ്ഥിതപ്രജ്ഞൻ എന്നതിന് അവരെ പറ്റി പറയുന്നത്. യോഗാരൂഢനാണ്, സ്ഥിതപ്രജ്ഞനാണ്. ആ പരമാപ്രപ്രാപിൽ എത്തിയിരിക്കുന്ന ആളിനെ അയാൾക്ക് ഇനി ഒരു കാര്യവും ബാക്കിയില്ലെന്ന് ഈ അധ്യായത്തിൽ തന്നെ പറയാൻ പോകുന്നു. അയാൾക്ക് ഒരു കാര്യവും ഇനി ബാക്കിയില്ല. ആത്മരുതിരേവസ്യാത് ആത്മതൃപ്തശ്ചമാനവ ആത്മന്യേവച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ എന്ന് ഈ അധ്യായത്തിൽ നമ്മൾ പിന്നാലെ പഠിക്കാൻ പോകും. അപ്പോൾ അർജുനൻ ആവശ്യപ്പെട്ടത് എന്താ? എനിക്ക് പ്രേയസിന്റെ മാർഗം വേണമെന്നല്ല, ശ്രേയസിന്റെ മാർഗം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംശയം ഉന്നയിച്ചപ്പോൾ ഭഗവാൻ ഇതെല്ലാം കേട്ടു. ഭഗവാൻ തീരുമാനിച്ചു, ഇങ്ങനെ ഒരു സംശയം അർജുനുണ്ടായപ്പോൾ അതിന്റെ പിന്നിൽ അയാൾ പ്രവർത്തിച്ചിരിക്കുന്ന സത്യം എന്താണ്? വാസ്തവത്തിൽ ഈ സാഖ്യയോഗം എന്ന് പറയുന്ന 2-ാം അധ്യായത്തിൽ ഞാൻ ഉപദേശിച്ചു കൊടുത്ത സാഖ്യകാര്യങ്ങളും കർമ്മനിഷ്ഠയുടെ കാര്യങ്ങളും വിവച്ഛേദിച്ച് അർജുനൻ നേരെ മനസ്സിലായിട്ടില്ല. ഇത് ഓരോരോ അധികാരികളെ ഉദ്ദേശിച്ചായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ ജ്ഞാനനിഷ്ഠ എല്ലാവർക്കും ഒരുപോലെ അധികാരപ്പെട്ടതല്ല. പിന്നിലിരിക്കുന്നവർക്ക് വെളിയിലിരിക്കേണ്ട അകത്ത് സ്ഥലമുണ്ട്. റബ്ബി സാറിന് കൂടിയിരിക്കാം, മുന്നിൽ സ്ഥലമുണ്ട്. അപ്പോഴ് ആ യോഗ്യത അനുസരിച്ച് അവരവർക്ക് ആവശ്യമുള്ള കാര്യം സ്വീകരിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് വ്യക്തമായിട്ട് ഈ കർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അർഹതയനുസരിച്ച് അനുഷ്ഠിക്കേണ്ടതാണ്. അനുഷ്ഠേയങ്ങളായ കാര്യങ്ങൾ എന്തെന്ന് തീരുമാനിക്കുന്ന അവനവൻ്റെ അർഹത അനുസരിച്ചാണ്. ഈ വ്യത്യാസങ്ങളൊന്നും അർജുനന് മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംശയം ഉന്നയിച്ചത് എന്ന് നല്ലപോലെ മനസ്സിലാക്കിയ ഭഗവാൻ അതിനൊറ്റ വാക്കിന് ഉത്തരം പറഞ്ഞാൽ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഭഗവാൻ അതിനെ വളരെ കുറച്ച് വിശദമായി അർജുനനെ നിമിത്തമാക്കി നമുക്ക് പറഞ്ഞു തരുവാണ്. മറന്നുപോകുന്നത് ഇതൊക്കെ അർജുനന് പറഞ്ഞു കൊടുത്തു എന്ന് പറയുമ്പോൾ അർജുൻ ഇതൊന്നും യുദ്ധത്തിന് വന്നിരിക്കുന്ന ഒരു വലിയ യുദ്ധഭൂമിയിൽ ഇത്രയും ശ്ലോകം ചൊല്ലി വ്യാഖ്യാനിച്ച് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് യുദ്ധം ജയിച്ചതാണോ ഇത് മനസ്സിലാക്കേണ്ടത് അല്ല. ഈ തത്വവിചാരങ്ങളെല്ലാം ഭഗവാൻ അല്പമാത്രം കൊണ്ട് ആ അർജുനന് ഉപദേശിച്ചു കൊടുത്തത് ഇന്നതായിരുന്ന ഭഗവാന്റെ തന്നെ ആ സാക്ഷാൽ അവതാരമൂർത്തിയായിരിക്കുന്ന ശ്രീ ബാദരായണൻ, ആ വ്യാസമഹർഷി തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ തെളിഞ്ഞതെല്ലാം നമുക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി സംഭാവന ചെയ്താണ് ഈ മഹൽഗ്രന്ഥം. അത്ഭുതം എന്ന് പറയട്ടെ. ഇപ്പോൾ അർജുനന് ഉപദേശിച്ചു എന്ന് പറയുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി പരമാത്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഗീതയിലെ ഭഗവാൻ ആരാ? കൃഷ്ണൻ ആരാ? പരമാത്മാവാണ്. അർജുനൻ എൻ്റെയും നിങ്ങളുടെയും പ്രതിനിധിയാണ്. അപ്പോൾ ആ അർജുനെ നിമിത്തമായിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്ത അതിവിശിഷ്ടമായ ഒരു വിശാലമായ ഒരു കർമ്മപ്രകരണത്തിൻ്റെ തുടക്കമാണ്. അർജുന, നീ ഒന്ന് മനസ്സിലാക്കൂ. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അനഘ, അല്ലയോ എല്ലാ പാപങ്ങളും ഒടുങ്ങിയ ദേവീ സമ്പന്നായ അർജുന, അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ ദ്വിവിധാ നിഷ്ഠ, സത്യാനുഭവത്തിന് ഉപകരിക്കുന്ന 2 തരം രീതികൾ പുരാ മയാ പ്രോക്ത, എന്നാൽ നേരത്തെ പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നേരത്തെ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചാരംഭത്തിൽ തന്നെ, കൽപ്പത്തിന്റെ ആദ്യം തന്നെ, സൃഷ്ടിയുടെ ആരംഭം തന്നെ, എന്നാൽ
ഇക്കാര്യം നേരത്തെ വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. മയാ പ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സാഖ്യാന കർമ്മയോഗേന യോഗിന. ജ്ഞാന മാർഗം കൊണ്ട് സാഖ്യന്മാർക്കും കർമ്മയോഗം കൊണ്ട് കർമ്മ പ്രാരാബ്ധമുള്ളവർ. എന്താണ് ഈ ജ്ഞാനമാർഗം? നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സാധനാ ചതുഷ്ടയ സമ്പത്തിയിൽ ആദ്യം വരുന്ന കാര്യമാണ് ഈ നിത്യ അനിത്യ വസ്തു വിവേകം. രണ്ടാമത്തെ സാധനാചതുഷ്ടയ സമ്പത്തി ഇഹ അമുത്ര ഫലഭോഗ വിരാഗം ശമാധി ഷഡ്സമ്പത്തി മുമുക്ഷുത്വം. ഇതാണ് അതിന്റെ ക്രമം. അപ്പോൾ ആദ്യം വേണ്ട ഗുണം ഇക്കാണുന്ന ഈ പ്രപഞ്ചത്തിൽ ഞാനും നിങ്ങളും സമസ്ത അണ്ടകടാഹങ്ങളിലും സൂര്യചന്ദ്രാദി ഗോളങ്ങളിലും പക്ഷിമൃഗാദി വൃക്ഷലതാദികളടങ്ങിയ ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ എന്താ ഈ പ്രപഞ്ചത്തിന്റെ വിസ്തൃതി നമ്മളൊന്നും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വിസ്തൃതിയെ പറ്റി ആർക്കെങ്കിലും ചെയ്യാൻ വല്ല അന്തവുമുണ്ടോ? ഒരന്തവും ഇല്ല ഈ ലോകത്തെ പറ്റി. അനേക കോടി ഗാലക്സികൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതിൽ ഏതോ ഒരു ഗാലക്സിയിലെ ഒരു മൂലയിലാണ് ഈ നമ്മൾ ഇരിക്കുന്നതായ ഈ ഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഏതോ ഒരു മൂലയിൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത്, അതിൻ്റെ ഏതൊരു കൊച്ചു ഭാഗത്ത്, കൊല്ലം എന്ന് പറയുന്ന ഒരു ജില്ലയിൽ, അതിൻ്റെ ഏതോ ഒരു പൊട്ടുപോലുള്ള ഭാഗത്ത്, കുന്നത്തൂർ എന്ന് പറയുന്ന താലൂക്കിൽ, പറയാൻ പോലും സ്ഥലമില്ലാത്ത മുതൂലാക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇരുന്ന അല്പബുദ്ധികളായ ഞാനും നിങ്ങളും എന്തു കണ്ടു ഈ ലോകത്തെ പറ്റി? അനന്തം, ജ്ഞാനം, അവർണ്ണനീയം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആഴം ഒന്ന് ചിന്തിച്ചു. അങ്ങനെയുള്ള ഈ ലോകത്തിൻ്റെ സൃഷ്ടി എവിടെ നിന്നുണ്ടായതാ? ഭഗവാനിൽ നിന്നുണ്ടായതാണ്. സമസ്തവും ഭഗവാനിൽ നിന്നുണ്ടായതാണ്. എന്താ പിന്നാലെ പറയാൻ പോകുന്നു? എല്ലാം ആ ബ്രഹ്മത്തിൽ നിന്ന് ആവർത്തിച്ചാണ് ഇതെല്ലാം. നമ്മൾ തൊട്ടടുത്ത ശ്ലോകങ്ങൾ പിന്നാലെ പറയാൻ പോകുന്നു. യജ്ഞചക്രം വരാൻ പോകുമ്പോൾ അതൊക്കെ വിവരിക്കാൻ പോവുകയാണ്. അവിടെ എല്ലാം ബ്രഹ്മത്തിൽ നിന്ന് ആവർത്തിച്ചതാണെങ്കിൽ ആ ആവിർഭാവത്തിൽ ഉണ്ടായ ഈ പ്രപഞ്ചം എവിടെ നിൽക്കുന്നു? ഭഗവാൻ തന്നെ തന്റെ വിഭൂതികളെ വിസ്തരിക്കുന്ന അധ്യായം ഉപസംഹരിക്കുന്നിടത്ത് പറയുന്നത് ഏകാംശേന സ്ഥിതോ ജഗത്. എടോ, ഇതിന്റെ ഒരംശമുണ്ടല്ലോ, ഇതിന്റെ ഒരു അംശത്തിലേ ഉള്ളൂ ഇതെല്ലാം. ഭഗവാന്റെ കക്ഷത്തൊതുങ്ങാനേ ഉള്ളൂ ഈ സമസ്ത ലോകവും കൂടി. അപ്പൊ ഭഗവാന്റെ വലിപ്പം എന്താണ്? അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്നാൽ പറയപ്പെട്ടിട്ടുള്ളതാണ് രണ്ട് വിശിഷ്ട മാർഗങ്ങൾ. ഒന്ന് ജ്ഞാനമാർഗം. അത് ആരെ ഉദ്ദേശിച്ചാണ്? അതാണ് പറയുന്നത് നിത്യ അനിത്യ വസ്തു വിവേകം ഉള്ളതായ ആൾക്കാർ. അപ്പൊ അങ്ങനെ വിഭാഗക്കാരെ പ്രത്യേകം ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം വരും. നിത്യാനിത്യ വസ്തു വിവേകമുള്ള കുറെ ആൾക്കാരെ, കുറെ വീടുകളിൽ കുറെ ആൾക്കാരെ ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നും അർത്ഥം പറയാം. ഉണ്ടെന്ന് പറയാൻ അങ്ങനെ വരെ നമ്മൾ കാണുന്നല്ലോ. ഒരു വീട്ടിൽ തന്നെ 5 പേരുടെ 5 പേരും ഒരുപോലെ ഇരിക്കുന്നു. അപ്പൊ ഭഗവാൻ സൃഷ്ടിച്ചില്ല അങ്ങനെ ആൾക്കാരെന്ന് പറഞ്ഞാൽ മതി. ഭഗവാൻ അങ്ങനെ ആരെയും സൃഷ്ടിച്ചല്ല. പിന്നെയോ അവനവന്റെ കർമ്മഗതിക്കനുസരിച്ച് അവനവൻ വന്നു പിറന്നു. ആ ഓരോ പിറപ്പിലും പ്രാരബ്ധവശാൽ ജ്ഞാനപ്രധാനമായ പുണ്യകർമ്മങ്ങൾ നേരെ കാലത്ത് അനുഭവിച്ചാണ് ഈ നിത്യാനിത്യ വസ്തു വിവേകത്തിന് ഉടമസ്ഥായി വന്ന് ജനിക്കുന്നത്. അപ്പൊ അവരെ ഈ ഭൗതികങ്ങളായ വിഷയങ്ങളിൽ ഒരുപാട് ഭ്രമിക്കത്തില്ല. ചിലർക്ക് അതിൽ കൂടുതൽ പൂർണ്ണത വന്നവരാണെങ്കിൽ വളരെ ചെറുപ്പത്തിലെ സന്യസിച്ചു പോയിട്ടിരിക്കാം. ശങ്കരാചാര്യർക്ക് എത്രാമത്തെ വയസ്സിലാണ് സന്യസിച്ചത്? 8ാമത്തെ വയസ്സ്. നമുക്കൊരു സങ്കല്പിക്കാനും പോകും. ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികളെന്നോ അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനെന്നോ അതുപോലുള്ള മഹാപുരുഷന്മാരുടെ എല്ലാം കഥകൾ എണ്ണി പറഞ്ഞ എത്രയെത്ര മഹാത്മാക്കൾ നമ്മുടെ ഈ ഭൂമണ്ഡലം, ഈ കേരളക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. അവരെന്താ ജന്മാന്തര സുഹൃതം കൊണ്ട് അവർ ആ ജ്ഞാനമാർഗത്തിൽ പുഷ്ടി നേടി അവസാനം അല്പം ബാക്കിയുള്ളതായ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി അവസാന ജന്മമാണ് അവർ. അങ്ങനെയുള്ള നിത്യാനിത്യ വസ്തുവിധത്തിന് പൂർണ്ണ പക്വതയുള്ളവർക്ക് അവർക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഇനി ബാക്കിയില്ല. അവർ സ്വീകരിക്കുന്ന മാർഗം ജ്ഞാനമാർഗം.
മറിച്ച് സാധാരണ നിങ്ങളും ഞാനും ഒക്കെയോ നമുക്കെല്ലാം കർമ്മങ്ങൾ ചെയ്തേ മതിയാവും. ഒരു നിമിഷം പോലും നമുക്ക് കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒക്കത്തുമില്ല. എന്താണ്? അതാണ് കർമ്മം. കർമ്മത്തിൽ ജനിക്കുന്നു, കർമ്മത്തിൽ നമ്മൾ നിലനിൽക്കുന്നു, കർമ്മത്തിൽ തന്നെ നമ്മൾ ജയിച്ചു പോവുകയാണ്. അപ്പോൾ ഈ കർമ്മബദ്ധരായാണ് നമ്മുടെ ജന്മമെങ്കിൽ നമ്മൾ കർമ്മം അനുഷ്ഠിച്ചേ മതിയാവും. അങ്ങനെ അനുഷ്ഠിച്ചേ മതിയാവുമെങ്കിൽ ആ കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ളതാണ് രണ്ടാം അധ്യായത്തിലെ ഭഗവാൻ ആരംഭിച്ച് പറഞ്ഞു തുടങ്ങി. യോഗബുദ്ധിയോടുകൂടി കർമ്മം അനുഷ്ഠിക്കൂ. അതിൻ്റെ ഫലഭാഗത്ത് നിങ്ങൾ പൂർണ്ണ ശ്രദ്ധ കൊടുത്താതെ, എല്ലാ കർമ്മത്തിനും ഫലമുണ്ട്. ഏതെങ്കിലും കർമ്മത്തിന് ഫലമില്ലാത്ത കർമ്മം നിങ്ങൾക്ക് പറയാമോ? ഒരു ഉദ്ദേശമില്ലാതെ രണ്ട് കൈതമ്മയൊന്നും കൂട്ടിക്കെട്ടിയിരിക്കട്ടെ, അതിന് ഫലം ഉണ്ടായില്ലേ? നമ്മുടെ ഉദ്ദേശം വെറുതെ രണ്ട് കൈ കൂട്ടിയിടിച്ചു, നമ്മളറിയാതെ, നമ്മൾ ഇച്ഛിക്കാതെ, നമ്മൾ ആഗ്രഹിക്കാതെ ഒരു ഫലം പുറത്തു വന്നു, ഒരു ശബ്ദമായിട്ടില്ലേ? ഏത് കർമ്മത്തിനും ഫലമുണ്ട്. ആ ഫലം നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ ലൗകികമനുഷ്യ ചെയ്യുന്നത് എന്താ? ഞാൻ ചെയ്യുന്നു ഈ കർമ്മം, ഇത് ഭംഗിയായിട്ട് ചെയ്യണം, എന്തിന്? നല്ല ഫലം ഉണ്ടാകണം, ആ ഫലം എനിക്ക് തന്നെ അനുഭവിക്കുകയും വേണം. മറ്റൊരാൾക്ക് കൂടി ഇത് പങ്കുവെക്കാൻ നമ്മൾ തയ്യാറില്ല. കൂടെ ജനിക്കുന്ന ഭാര്യയ്ക്കോ മക്കൾക്കോ വേണമെങ്കിൽ ഒരു അംശം കൊടുത്തേക്കാം, അയാളെ സൗജന്യം പോലെ. ഇങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും അതിൻ്റെ ഫലഭാഗത്തിൽ മനസ്സ് നട്ടുകൊണ്ട് ചെയ്യുമ്പോൾ ഫലം ആരാ കൊടുക്കേണ്ടത്? ഈ കൊടുക്കേണ്ട ആള് ഫലദാതാവായിരിക്കുന്ന ഈശ്വരനാണെങ്കിൽ ഈശ്വരനൊന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയം സുധനപക്ഷവാദത്തിൽ ഉണ്ടായതല്ല. ഇപ്പോഴത്തെ നമ്മുടെ ഭരണകർത്താക്കളുടെ രീതിയിൽ സുധനപക്ഷവാദം ഉണ്ടാകുന്നില്ല. അത് അവന്റെ കർമ്മഫലത്തിനനുസരിച്ച് അവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലവും വരുന്നത്. ഭഗവാൻ ദാ പിന്നാലെ പറയാൻ പോകുന്നു, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സർജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ എന്ന 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 5-ലോ 4-ലോ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അർജുന, നിന്റെ ജന്മാന്തര കർമ്മങ്ങളുടെ ഫലം അനുസരിച്ചുള്ള വാസനയാണ് നിന്റെ കർമ്മത്തിൽ വന്നത്. ഇനി അതിനനുസരിച്ചുള്ള ഫലമേ നിനക്ക് വരാനുള്ളൂ. ചിലപ്പോൾ അനുകൂലമായിട്ട് വരാം, ചിലപ്പോൾ അല്പം കുറയാം, ചിലപ്പോൾ വലിയ നഷ്ടം വരാം. ഒരു വാഴ കൊണ്ട് കുഴിച്ചു വെച്ചു, വേണ്ടത്ര വളം ചെയ്തു, വെള്ളം കോരി, നാക്കടച്ച് കുഴിച്ചുവിടാൻ കൊല്ലും. ഭംഗിയായിട്ട് കുലച്ചു, 6-8 കുടല, 8 കുടലയുള്ള കൊല. നാളെ ശാസ്താംകോട്ട കൊണ്ടുപോയാൽ, ഇപ്പൊ ശാസ്താംകോട്ടല്ലേ, വിപണി കൊണ്ടുപോയാൽ കിലോയ്ക്ക് 60-70 വെച്ച് കിട്ടാവുന്ന വലിയൊരു ആദായം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിന് 3-4 മാസം വെള്ളം കോരി വളം വിട്ട് വളർത്തി എല്ലാം ഭംഗിയായിട്ടുണ്ട്. നാളെ തിങ്കളാഴ്ച വിപണിയുള്ള ദിവസം ഞായറാഴ്ച വൈകിട്ട് പോയി കെട്ടാം, ശനിയാഴ്ച വൈകിട്ടും കൂടെ പോയി നോക്കിയതാണ് എന്ന് പറയേണ്ട, ഞായറാഴ്ച കാലത്തും പോയി നോക്കിയതാണ്. എന്നാൽ വൈകിട്ട് കെട്ടാൻ ചെന്നപ്പോഴോ ആണുങ്ങൾ കൊണ്ടുപോയി. അതിന് ഉടമസ്ഥന് ഉടനെ വന്നത് കൊണ്ടുപോകാൻ. എങ്ങനെ പോയി? എല്ലാവരുടെയും പോയോ? ആ വയലിൽ എല്ലാവരുടെയും കൊലമോഷണം പോയോ? ഇല്ല. പോകേണ്ടവന്റെ പോയി. എന്നും പോകും. അപ്പൊ ഞാൻ പറയുന്നത് ഇതിപ്പോ ഒരു ഫലിത ലൗകികം പറയുവാണെന്ന് വിചാരിക്കുന്നത്. അനുഭവിക്കാനിരിക്കുന്ന യോഗങ്ങൾ ഏത് രീതിയിലും ഛിന്ന ഭിന്നമാകാം, ആയിക്കൂടെ. ഇനി എത്ര മോശമായിട്ട് വളർന്നു വന്ന ഒരു വാഴയായിരുന്നുവെങ്കിലും ഈ വളവ് വിടോ, പോയതിനെ കൊണ്ട് എന്തോ ഉണ്ട്, 2 കോടി ഇല്ലുകൊണ്ടുകൂടെ വാങ്ങിച്ചിട്ടേക്കാം എന്നൊക്കെ നമ്മള് ഒരുമാതിരി എന്താ പറയുന്നത്, ഇത് ഉപേക്ഷാ മാർഗത്തിൽ തന്നെ വളർത്തിയതാണ്. വലിയൊരു മഴയൊക്കെ പെയ്തു, എങ്ങനെയാണെന്നറിയില്ല, ആ കുടം വരാറായിരുന്നു, നല്ല കുട്ടിയായിട്ട് വളർന്നു വന്നു. ഒരിക്കലും ഞാൻ അതിഗംഭീരമായൊരു കൊല, വളരെ അനുകൂലമായൊരു ഫലം കൊല കിട്ടി. ഇത് സംഭവിക്കുന്നില്ലേ? അപ്പൊ ഇത്തരം കൊച്ചു ലളിതമായ കാര്യങ്ങൾ പറഞ്ഞ് വേണമെന്നുമല്ല, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ഈ പറയുന്ന തത്വം എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ വളരെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഏതൊരു കർമ്മത്തിനും ഫലം വരാം. കർമ്മത്തിൽ നിന്ന് ഒഴിവാൻ ഈ കൊല നഷ്ടപ്പെട്ടു പോയതുകൊണ്ടോ കൊലയ്ക്ക് വില കുറഞ്ഞുകൊണ്ടോ അടുത്താട്ടി കൃഷിയായിരിക്കാനൊക്കെ അതുമൊക്കെ എന്തുകൊണ്ട് കർമ്മ പ്രാരാബ്ധത്തിൽ ഇരിക്കുവാണ്. ഏത് കർമ്മം ചെയ്യുന്നു നമ്മൾ, ആ കർമ്മത്തിനനുസരിച്ചുള്ള വാസന നമ്മളിൽ ഇരിക്കുന്നു. അപ്പൊ ഈ വാസനാപ്രേരിതമായി നമ്മൾ കർമ്മം ചെയ്യാനുള്ള ആൾക്കാർക്ക് അർജുന കർമ്മയോഗവും ജ്ഞാനമാർഗത്തിൽ ഉയർന്ന കാര്യങ്ങൾ ചിന്തിച്ച് ആ മാർഗത്തിൽ പോകാനുള്ളവർക്ക് ജ്ഞാനയോഗവും എന്ന് പറയുന്ന 2 മാർഗങ്ങൾ പ്രോക്ത എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട്. അർജുന, അങ്ങനെയാണെങ്കിൽ ഭഗവാനെ ഇതാ നോക്കൂ, അടുത്തതായിട്ട് തുടർന്ന് ഈ കർമ്മത്തിന്റെ രഹസ്യഭാവങ്ങൾ തുടരുകയാണ്. ന കർമ്മണാം അനാരംഭ
നൈഷ്കർമ്മ്യം പുരുഷോശ്രുതേ നന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ നന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഇപ്പോ കർമ്മങ്ങളുടെ രഹസ്യം ഇരിക്കുന്നു. നീ കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥനുമായതുകൊണ്ട് നിനക്ക് കർമ്മമാർഗമാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. ആ കർമ്മമാർഗം നിനക്ക് ഇപ്പോഴും ഉപേക്ഷിക്കാനും പറ്റില്ല. ജ്ഞാനമാർഗത്തിന് നീ അർഹനായി വരുമ്പോൾ നിനക്ക് അതിലേക്ക് പോകാം. ഇപ്പൊ നീ പതുക്കെ ഇവിടെ നിന്നെങ്കിലും കാവ്യം കൊണ്ട് കൊടുത്ത് സന്യസിക്കാമെന്ന് പറഞ്ഞ് ഏതും ഇറങ്ങിപ്പോയി സന്യസിക്കാൻ എവിടെ ചെന്ന് എന്തായിരിക്കും ഫലമെന്നറിയാമോ? അവിടെ ഇരുന്നുകൊണ്ട് ഇതിനെപ്പറ്റി തന്നെ നിരന്തരം ചിന്തിച്ച് നിനക്ക് ദുഃഖിക്കാം. അതും അനുബന്ധമായ ചിന്തകൾ മനസ്സിൽ അലട്ടി നിന്നെ അവസാനമായിട്ട് തളർത്തും. എന്നിട്ടോ തമോ ഗുണത്തിൽ പതിച്ച് ആലസ്യം സംഭവിക്കും. അതുണ്ടാവാതിരിക്കട്ടെ. ഇനി ഈ കർമ്മങ്ങളുടെ അടുത്തൊരു രഹസ്യവശത്തേക്ക് ഭഗവാൻ കടക്കുവാണ്. അർജുന്റെ മനസ്സിലുണ്ടാകാവുന്ന സംശയത്തിനെ പരിഹരിക്കാൻ യോഗത്തിന് മാർഗം, ഈ കർമ്മയോഗത്തിന് മാർഗമേ എനിക്ക് അധികാരമുള്ളൂ, എനിക്ക് ജ്ഞാനത്തിലേക്ക് പോകില്ലേ എന്നുള്ള സംശയം അവിടെ ഇരിക്കട്ടെ. എന്തുകൊണ്ട് തനിക്ക് സന്യസിച്ച് ജ്ഞാനം അഭ്യസിച്ച് വിട്ടുകൂടാ എന്നുള്ള സംശയത്തിന് മറുപടിയായിട്ടാണ് ഭഗവാൻ പറയുന്നത്. കർമ്മണാം അനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോശ്രുതേ. പുരുഷ ആത്മസാക്ഷാത്കാരത്തിന് കൊതിക്കുന്ന സാധുവൻ. കർമ്മണാം അനാരംഭ ബാഹ്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് നൈഷ്കർമ്മ്യം അശ്നുതേ. നിഷ്കർമ്മ അവസ്ഥ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല, നേടാൻ പോകുന്നില്ല. സന്യസനാത്യേവ ബാഹ്യങ്ങളെ ഉപേക്ഷിക്കുക എന്ന സന്യാസം സ്വീകരിച്ചുകൊണ്ട് മാത്രം സിദ്ധിം ന സമധിഗച്ഛതി. അനാരംഭ എന്ന് പറഞ്ഞ വാക്യാർത്ഥം ആരംഭിക്കപ്പെടാതിരുന്നു, ഒരു കർമ്മവും ചെയ്യാതിരുന്നത് കൊണ്ട് ഈ നൈഷ്കർമ്മസിദ്ധി നേടാമെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്താ ഈ നൈഷ്കർമ്മസിദ്ധി? നിഷ്കർമാവിന്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നൈഷ്കർമ്മസിദ്ധി. നിഷ്കർമാവെന്ന് പറഞ്ഞാലോ ഇനി എനിക്ക് ഒരു കർമ്മവും ചെയ്യണ്ട എന്നുള്ള അവസ്ഥയിലെത്തിയാണ്. എന്താ കാരണം? കൃതം കൃത്യം പ്രഹവണീയം പ്രാപ്തം. ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, ജീവിതത്തിൽ നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു, അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, അനുഭവത്തിൽ ഇനി ഒന്നും ബാക്കി. ആ അവസ്ഥയിൽ ഇനി എനിക്ക് ഒരു കർമ്മവും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ അതാരാ? ശുദ്ധമായ ജ്ഞാനിയുടെ അവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നിഷ്കർമാവിന്റെ അവസ്ഥ അഥവാ നൈഷ്കർമ്മസിദ്ധി. നീ ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യാതെ ഇടത്ത് പോയിരുന്നു, ഒരു കർമ്മവും ചെയ്തില്ല എന്ന് വിചാരിച്ച് അർജുന നൈഷ്കർമ്മസിദ്ധി കൈവരും എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇനി സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. നീ ഇപ്പോഴെവിടുന്നെങ്കിലും ഇതെല്ലാം ഉപേക്ഷിച്ചിരിക്കട്ടെ, ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഉപേക്ഷിച്ച് വിചാരിച്ച് നിനക്കിപ്പോ ഈ സിദ്ധി വന്നു കൂടും. സിദ്ധി എന്ന് പറഞ്ഞാൽ എന്താ വാക്കിനർത്ഥം? നമ്മൾ ഒരുപാട് സിദ്ധികളെ പറ്റി കേട്ടുകൊണ്ട് സിദ്ധന്മാരെ കണ്ടിട്ടുണ്ട്. ലോകത്തെല്ലാം ഇപ്പൊ ഒരുപാട് സിദ്ധന്മാരെ, എവിടെ ചെന്നാൽ എന്തെല്ലാം സിദ്ധികളാണെന്ന് അറിയുമ്പോഴും തുള്ളിച്ചാടുന്ന സിദ്ധി, മുകളിൽ നിന്ന് അതെടുക്കുന്ന സിദ്ധി, ഇവിടുന്ന് എടുക്കുന്ന സിദ്ധി, ഇത് ജീവിച്ച് അത് കിട്ടിയ അത് കിട്ടുന്നുള്ള സിദ്ധി. സിദ്ധികളുടെ ഒരു കളിയാണ് ലോകം. ഇത് പണ്ടേ ഉള്ളതാണ്. അതൊന്നുമല്ല, അധ്യാത്മശാസ്ത്രത്തിൽ സിദ്ധി എന്ന് പറയുന്നത് എന്താ? സാധകൻ അവന്റെ സാധന കൊണ്ട് നേടിയെടുക്കേണ്ടതായ ആ പരമമായ സിദ്ധി. എന്താ അത്? ആത്യന്തികമായ അർത്ഥം പറഞ്ഞാൽ അതും ആത്മജ്ഞാനം തന്നെ. ഇനിത്തിരി താഴെ അർത്ഥം പറഞ്ഞാലും നേടിയെടുക്കേണ്ടതായ സിദ്ധി ഉണ്ടല്ലോ. ഈ സാധനങ്ങൾ അനുഷ്ഠിക്കാതെ ഉപേക്ഷിച്ചുകൊണ്ട് വിട്ടുപോകും. ഈ സാധനങ്ങളെ, ഈ കർമ്മങ്ങളെ നീ ഉപേക്ഷിച്ചുകൊണ്ട് നീ സിദ്ധനാവും. കൊണ്ട് തുടങ്ങാതിരുന്നുകൊണ്ടോ ചെയ്യാതിരുന്നോ വരുന്നില്ല, പിന്നെയോ ഉള്ളതിനെ ഉപേക്ഷിച്ചുകൊണ്ട് വരാൻ പോകുന്നില്ല. നമുക്ക് ചുരുങ്ങി ഇങ്ങനെ ചിന്തിച്ചു പോകാം. അല്ലെങ്കിൽ ഒരു 4-5 ശ്ലോകം കൊണ്ട് 5 ദിവസവും കഴിയും. വിശദമായിട്ട് ഒരുപാട് ചർച്ചയിലേക്ക് പോയാൽ അടുത്ത് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് അർജുന, നിനക്ക് എന്നെ കർമ്മം തുടങ്ങാതിരുന്ന് ഉപേക്ഷിക്കാമെന്ന് പറയുന്നല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിട്ടത്യകർമ്മകൃത് കാര്യദേഹവശകർമ്മ സർവപ്രകൃതിർഗുണൈഃ. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിട്ടത്യകർമ്മകൃത് കാര്യദേഹവശകർമ്മ സർവപ്രകൃതിർഗുണൈഃ. എന്തുകൊണ്ടെന്നാൽ കശ്ചിത്
ജാതു ആരും ഒരിക്കലും ക്ഷണമതി ഒരു ക്ഷണം പോലും അകർമ്മക ദുഷ്ടതി കർമ്മം ചെയ്യാത്തവനായിരിക്കുന്നില്ല. കർമ്മം ചെയ്യാതായിരിക്കാനൊക്കെ അകർമ്മകർ ദുഷ്ടതി കർമ്മം ചെയ്യാത്തവരായി ഒരാൾ പോലും ഒരു നിമിഷം ഇരിക്കുന്നില്ല. അതായത് സർവ എല്ലാവരും പ്രകൃതിയെ ഗുണൈഹി അപശഹ കർമ്മകാര്യത പ്രകൃതി ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് അപശ്യരായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ആരെങ്കിലും ഒരല്പസമയം ഒരു കർമ്മവും ചെയ്യാതിരിക്കാൻ നമ്മളെ സാധിക്കും? അല്പസമയം, ഏറ്റവും കുറഞ്ഞ ഒരു സമയം നിങ്ങൾ എടുത്ത് നോക്കൂ. മിനിറ്റിന് പറഞ്ഞാൽ 1 മിനിറ്റ് നോക്കൂ. ഇനി അതും വയ്യ, സെക്കൻഡ് എന്ന് പറയുമ്പോഴേ സെക്കൻഡ് അങ്ങ് പോയല്ലോ അല്ലേ? സെക്കൻഡ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് എടുക്കാൻ വയ്യ. എന്തുകൊണ്ട്? സെക്കൻഡ് എന്ന് പറയുന്നത് തന്നെ 4 സെക്കൻഡ് ഉണ്ടാകും. 1 സെക്കൻഡ് എന്ന് പറയുന്ന ഏറ്റവും ചുരുങ്ങിയ ഒരു സമയം പോലും നമുക്ക് ഒരു കർമ്മവും ചെയ്യാതിരിക്കാനും. നമ്മളൊരു കർമ്മം ചെയ്യാതെ ഇരുന്ന് നോക്കി ഒറ്റയ്ക്ക് ഏകാന്തമായിട്ടിടത്തിരുന്ന് ഞാൻ ഇനി ഒരു കർമ്മവും ചെയ്യും എന്ന് വിചാരിച്ച് ഉള്ളിൽ 1000 കർമ്മങ്ങൾ അണപൊട്ടി ഒഴുകുന്ന അപ്പൊ കാണാം. ഉദാഹരണം, സന്ധിക്ക് നാമം ജപിക്കുന്ന ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരു പൂജാമുറിയിലോ വിളക്കൊടുത്തിനും വെച്ച് നാമം ജയിക്കുമ്പോഴുള്ള മനസ്സിൽ എന്തെല്ലാം കഥകളും അന്നത്തെ സംഭവവും തലേന്നത്തെ സംഭവവും അതിലത്തെ വഴക്കും അതും ഇതും വന്നു എന്ന് അവരോട് തന്നെ വിലയിരുത്തിയാൽ മതി. ആരോടും പറയാൻ പോകും. എന്തുകൊണ്ട്? ഈ വിഷയങ്ങൾ നമ്മൾ അറിയാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവാണ്. ഇത് ആരെങ്കിലും വിചാരിച്ചാൽ നിയന്ത്രിക്കാനൊക്കെ ഒന്ന് വിചാരിക്കുന്നുണ്ടോ? കൃഷ്ണനെ മാത്രം കണ്ടുകൊണ്ട് ഞാൻ ഒരു കൃഷ്ണനാമം ചൊല്ലാം എന്ന് വിചാരിച്ച് നിങ്ങൾ ആരെങ്കിലും ഇതിൽ നിന്ന് പണിപ്പെട്ടു നോക്കും. പണിപ്പെട്ടവർ ഇതിനകത്തുണ്ട്, പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതിൽ പുരോഗതി കൈവരിക്കുന്നതാണ് സാമർഥ്യം, അല്ലാതെ ഉപേക്ഷിക്കുന്നതാണ്. കൃഷ്ണരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കൃഷ്ണന്റെ നാമം മാത്രം ഞാൻ ചൊല്ലാം. അപ്പോൾ അവിടെ ചെന്നാൽ കൃഷ്ണൻ ഒഴിച്ച് ബാക്കി എല്ലാ രൂപവും നമ്മുടെ മനസ്സിൽ വരും. ഇന്ന് ചതുർത്ഥിയാ മക്കളെ, എപ്പോഴും നോക്കരുതേ. എന്തുകൊണ്ടാ? ഇന്ന് ചന്ദ്രനെ കണ്ടാ ദോഷമാ എന്ന് അമ്മൂമ്മ പറഞ്ഞു. 5 മണിക്ക് അവൻ ഇറങ്ങി നിൽക്കുക. ചന്ദ്രൻ വരാറായ കാര്യം കാണണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിനെ കാണാൻ നോക്കിയിരിക്കുന്ന മനസ്സുപോലെ വേണ്ടാത്ത വിഷയങ്ങളെ പറ്റി, വേണ്ടെന്നോ വേണ്ടാത്തോ ആയ വിഷയങ്ങളെ പറ്റി നിരന്തരം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിൽ ചിന്തയെ ഒഴിവാക്കാൻ പോവും. ഒരുപക്ഷെ കൈയുണ്ടോ കാലുണ്ടോ ഒരു ജോലി ചെയ്തെന്ന് വിചാരിച്ച് മനസ്സ് ചിന്തയില്ലേ? ഇനി കൈയും കാലും ചെയ്തതെന്ന് വിചാരിച്ച് ഈ ശരീരം നമ്മളറിയാതെ പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതായത് കണ്ണിങ്ങനെ നമ്മളറിയാതെ അടയാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. നമ്മളാരെങ്കിലും അറിഞ്ഞിട്ടാണോ കൺപോളെ അടയുന്നത്? ആണോ? നമുക്കൊന്ന് നിയന്ത്രിക്കാമെന്നേ. എന്നാലും പിടിക്കാനാണ്. ഇച്ചിരി നേരത്തൊക്കെ ആട്ടം പഠിച്ചതൊക്കെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇച്ചിരി കഴിയുമ്പോൾ തന്നെ കണ്ടുപോയി പോകും. പോട്ടെ, ശ്വാസോച്ഛ്വാസം ഒഴിവാക്കാനും പോകും. ഇപ്പൊ യോഗമാർഗം അവലംബിച്ചവരൊക്കെ പരിയേചക കുംഭക രീതികളൊക്കെ ശീലിച്ചവർക്ക് ഒരു സമയം വരെ കുംഭകത്തിൽ ആ മനസ്സിനെ നിർത്തി ചിലപ്പോൾ ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കാൻ ഒഴിവാക്കാനും പോകും. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു കർമ്മങ്ങൾ ഉപേക്ഷിക്കാനൊക്കില്ല. സംസാരിക്കാതെ പറയാൻ ഇരിക്കാതിരിക്കട്ടെ, നാക്കടങ്ങിയിരിക്കുകയാണെന്ന് വിചാരിക്കട്ടെ. 100 കാര്യങ്ങൾ നാക്ക് നമ്മൾ അറിയാതെ പുറമേ വരാതെ നാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളോട്. നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചു നോക്കൂ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ നാക്ക് പുറമേ ആരോടും പറയാതെ നമ്മുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. നാക്കുകൊണ്ട് ഉള്ളു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മനസ്സായന്റെ ആയാലും ബുദ്ധി വ്യാപാരത്തിലായാലും ഈ വാക്കിന്റെ കാര്യത്തിലായാലും ശരീരത്തിന്റെ കാര്യത്തിലായാലും മനസ്സാ വാച കർമ്മണ എപ്പോഴും നമ്മൾ പ്രവൃത്തിയുക്തമായിട്ടേ ജീവിക്കാനൊക്കും. അതുകൊണ്ടാണ് ഭഗവാൻ ഇത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞത്, നഹി കശ്ചിത് ക്ഷണമപി, ഒരു നിമിഷം പോലും അർജുന ഒരാളും ഈ ലോകത്ത് ഒരു കർമ്മം ചെയ്യാതെ ജീവിക്കുന്നില്ല. കാര്യതേ ഹ്യവശകർമ്മ സർവ പ്രകൃതി ഗുണൈഹി, അതൊന്നും മറക്കരുത്. പ്രകൃതിജന്യങ്ങളായ ഗുണങ്ങൾ സത്വം രജസ് തമസ് എന്ന 3 ഗുണങ്ങളാണ് പ്രകൃതിജന്യങ്ങളായ 3 വിശിഷ്ട ഗുണങ്ങൾ. അത് നിങ്ങളിൽ ഓരോരുത്തരിലും എന്നിലും ആരെയും അടങ്ങിയിട്ടുണ്ട്. ചിലരിൽ സത്വം ഏറ്റമായിരിക്കും, ജലസും തമസും കുറച്ച് കുറവായിരിക്കും. മറ്റു രജസ് ഏറെ നിൽക്കും, സത്വവും തമസും കുറഞ്ഞിരിക്കും.
ഇങ്ങനെ ഓരോ ഗുണങ്ങളും ഏറിയും കുറഞ്ഞും ഏത് രീതിയിലായാലും എല്ലാവരിലും ഈ ഓരോരോ ഗുണങ്ങൾക്ക് ആധിക്യമനുസരിച്ച് നമ്മളുടെ ജന്മാന്തര കർമ്മബീജം ഉള്ളിടങ്ങിയ വാസനാ പ്രേരിതമായിട്ട് ഈ രണ്ടും കൂടെ ചേർത്ത് ഓരോരുത്തരും ഓരോരോ കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു. എല്ലാവരും ഒരേ കർമ്മം ചെയ്യാനല്ല ആഗ്രഹിക്കുന്നത്. ഓരോരോ അഭിരുചി ഓരോരുത്തർക്ക് എന്തുകൊണ്ടാണ് വരുന്നത്? രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചായി കർമ്മങ്ങൾ വരുന്നത്. ഒന്ന് അവനവന്റെ വാസന, രണ്ട് ഈ പ്രകൃതിജന്യങ്ങളായ സത്വരജസ് തമോ ഗുണങ്ങളുടെ ആ ഏറ്റക്കുറച്ച്. ഇതിനെ അടിമപ്പെട്ട് ഭഗവാൻ ഗീതയിൽ പറയുന്നത് ഇതിനെ അടിമപ്പെടുവാണല്ലോ, അവശരായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. നമ്മൾ വിചാരിച്ചാൽ ഇതിന്ന് ഒഴിവാകുമെന്ന് ആരും ധരിക്കരുത്. എല്ലാവരും അർജുന ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രകൃതിജന്യങ്ങളായ ഗുണങ്ങൾക്ക് അടിമപ്പെട്ട് എല്ലാവരും ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. നീ നോക്കൂ, കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യതേ. കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യതേ. യഹ വിമൂഢാത്മാ, കർമ്മരഹസ്യം ഗ്രഹിക്കാത്ത ഏതൊരു മഠയനാണോ കർമ്മേന്ദ്രിയാണി സംയമ്യ, കർമ്മേന്ദ്രിയങ്ങളെ അടക്കി വെച്ചുകൊണ്ട് നിശ്ചലമാക്കി വെച്ചുകൊണ്ട് മനസാ ഇന്ദ്രിയാർത്ഥാൻ സ്മരൻ, മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ നിരന്തരം സ്മരിക്കുന്നത്, അവൻ സഹ മിഥ്യാചാരസ ഉച്യതേ. കർമ്മ രംഗത്തിൽ വരാവുന്ന ചില ചുതികളുടെ കാര്യം ഭഗവാൻ ഒന്നൊന്നായി എടുത്തു പറയുകയാണ്. കർമ്മേന്ദ്രിയാണി സംയമ്യ, കർമ്മേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ അറിയാമല്ലോ. കർമ്മേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ എല്ലാവരും പറഞ്ഞൂടെ? വാക്പാണി പാദം പായു ഉപസ്ഥം. ഇനി അതിനെ വിശദീകരിക്കേണ്ടതല്ല, അങ്ങനെ വിശദീകരിക്കാൻ പോയാൽ പിന്നെ ക്ലാസ് ആയിട്ട് മാറും. വാക്പാണി പാദം പായു ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഒരാൾ ചെയ്യാതെ അതിനെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, കാലുകൊണ്ട് നടക്കുന്നില്ല, കൈകൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നില്ല, ഇതിനെല്ലാം ഒന്ന് അടക്കിയിട്ട് മനസാ ഇന്ദ്രിയാർത്ഥാൻ സ്മരൻ, ഇന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അർത്ഥങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ. ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തൊരു ചോദ്യം, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിനാ. സാറ് പറഞ്ഞേച്ച് പോയാൽ പോരാ ഇല്ലേ? വേണ്ടാതൊക്കെ ചോദിക്കുന്നതിനാ. എനിക്കൊരു വിശ്രമത്തിനും നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഓർത്തെടുക്കാൻ. ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇങ്ങനൊക്കെ പറയുന്നതിന് ക്രമമുണ്ട്. ക്രമത്തിൽ പറഞ്ഞാൽ എങ്ങനെ പറയും? ചെവി. എന്താണ്? ആകാശത്തിന്റെ സൂക്ഷ്മതത്വമായിരിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ ക്രമം അനുസരിച്ച് സ്വീകരിക്കുന്ന ഇന്ദ്രിയങ്ങൾ. ശബ്ദത്തെ സ്വീകരിക്കുന്നത് ചെവി, സ്പർശത്തെ സ്വീകരിക്കുന്നത് ഈ ത്വക്ക്, തൊലി, മൂട കെട്ടിയേക്കുന്ന ചാക്ക്, ത്വക്ക്. പിന്നെന്തുവാ? ശബ്ദസ്പർശ രൂപത്തെ കാണുന്നത് കണ്ണ്, രസം അറിയുന്നത് നാക്ക്, ഗന്ധം അറിയുന്നത് മൂക്ക്. അപ്പൊ ഇതാണ് ക്രമം. ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ അറിയുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളിൽ നമ്മൾ ഈ ലോകത്തെ അറിയുമോ? ഒന്നിനെയും അറിയത്തില്ല. ശുദ്ധ ശൂന്യമാണ് ഇവിടെ. ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒന്നുമില്ല, ഒന്നും അറിയുന്നില്ല. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയപ്പെടുന്ന ഈ വിഷയങ്ങളിൽ മനസ്സെപ്പോഴും ഓരോന്നിനും ഇഷ്ടമുള്ളതിനെയാണ് താല്പര്യപ്പെടുന്നത്. എല്ലാത്തിനെയും കാണുന്നെങ്കിലും നമ്മൾ എല്ലാവർക്കും എല്ലാം ഇഷ്ടമല്ല. ആണോ? അവരവർക്ക് ഇഷ്ടമുള്ളതായ കാഴ്ചയായാലും കേൾവിയായാലും ഓരോന്നിലും മനസ്സിങ്ങനെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതിൽ ഇഷ്ടപ്പെട്ട ഒന്നിനെ നമുക്ക് പ്രവർത്തിക്കണമുണ്ട്. പ്രവർത്തിക്കാതെ അടക്കി വെക്കുക. ഉദാഹരണം പറയാം, നടന്നു പോയ വഴിക്ക് ഒരു മതിലിൻ്റെ സൈഡിൽ നല്ലൊരു റോസാപ്പൂ വിളർന്ന് നിൽക്കുന്നു ആരുടെയോ പുരയിടത്ത്. റോസാപ്പൂവിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഇത് പിച്ച് തല വെച്ചാൽ കൊള്ളാമെന്ന് ചേച്ചിക്ക് തോന്നി. ചേട്ടനും തോന്നിക്കൂടാന്നില്ല, ചേച്ചിക്ക് മാത്രമേ ഇങ്ങനെ ചോദിക്കാന്നില്ല. റോസാപ്പൂ കാണുമ്പോൾ നല്ല റോസാപ്പൂ ആണല്ലോ, തലയെ വെച്ചേക്കാന്ന് ഒരാൾക്ക് തോന്നി. ഇല്ലെങ്കിൽ ഒരാൾക്ക് തോന്നി അമ്പലത്തിലോട്ട് പോവുകയാണല്ലോ, എന്നാൽ ഇത് പിച്ചിക്കൊണ്ടുപോയി ഭഗവാന്റെ കാലിൽ വെച്ചേക്കാം. ഭഗവാന്റെ കാൽകളിൽ വെക്കാൻ വല്ലവരും നട്ടു വളർത്തിയ റോസാപ്പൂ അല്ല നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതായ ധർമ്മബോധം മനസ്സിൽ വന്നപ്പോൾ ചെയ്തില്ല.
അത് വേറെ തത്വം. ഇനി ആഗ്രഹിച്ചു, കർമ്മനിരയിൽ അടക്കുകയും ചെയ്തു. അടക്കിയിട്ടെന്നാണെങ്കിൽ വിടണ്ടായോ, മനസ്സുകൊണ്ട് അതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഇതെനിക്ക് കിട്ടിയാൽ കൊള്ളാം, എനിക്ക് കിട്ടിയാൽ കൊള്ളാം, എനിക്ക് കിട്ടിയാൽ കൊള്ളാം. വഴിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു സാധനം കണ്ടു, ഇനി കൈക്കലാക്കണം എന്ന് പറഞ്ഞാൽ കവളിപ്പിക്കണം എന്നല്ല, എനിക്ക് നേടിയെടുക്കണമെന്ന് തോന്നി. പക്ഷേ മറ്റിയല്ല ധർമ്മവിരുദ്ധമായ ചിന്തകൾ അതിൻ്റെ പിന്നിൽ വന്നു കൂടിയപ്പോൾ ഞാൻ അത് ചെയ്യാൻ പാടില്ലാത്താണ്. ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പോകും. ഞാൻ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. എൻ്റെ മനസ്സ് ആഗ്രഹിച്ചുള്ളത് കണ്ടെങ്കിലും ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഒഴിഞ്ഞു മാറേണ്ടതാണ് ധർമ്മബോധം. എങ്കിലും നമുക്കിഷ്ടമുള്ള ഇന്ദ്രിയങ്ങൾ കാണിച്ചിരുന്ന സ്വധർമ്മമായി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുണ്ട്, ഇല്ലേ? ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ദ്രിയ രംഗത്ത് വന്ന കർമ്മരംഗങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുഷ്ഠിക്കാതെ, അതിനെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ചെയ്യാതെ കർമ്മേന്ദ്രിയങ്ങളെ അടക്കി മനസ്സുകൊണ്ട് അതിനെ ധ്യാനിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുക. മനസ്സുകൊണ്ട് മനസ്സെപ്പോഴും ആ വിഷയത്തിലാണ്. അതെല്ലാം ആരാമനായിരിക്കുവാണ്. ഇന്ദ്രിയാരാമനായി മനസ്സിരിക്കുകയും കർമ്മേന്ദ്രിയങ്ങളെ അടക്കി വെച്ചിരിക്കുന്ന ഒരു തരം കള്ളത്തരമല്ലേ. മനസ്സിലൊന്ന്, പുറമേ വേണം. ഇങ്ങനെയുള്ളവന്റെ പേര് ഏത് കൊടുത്തേക്കുന്ന പേരാണ്? മിഥ്യാചാരം. കപടനാട്യക്കാരൻ എന്നൊരർത്ഥം പറയാം. പച്ച മലയാളത്തേക്ക് വന്ന കള്ളൻ എന്ന് പറഞ്ഞാലും വലിയ ദോഷമൊന്നുമില്ല. അവനാണ് കള്ളൻ. എന്താ? ഉള്ളുകൊണ്ട് ഈ വിഷയങ്ങളിലേക്ക് മനസ്സ് പോവുകയും ഇത് കർമ്മേന്ദ്രിയങ്ങളെ അടക്കി വെച്ചിരിക്കുന്നതിനാണ് മിഥ്യാചാരം. എന്ന് അർജുന, മിഥ്യാചാരനും ആ ഒരു കർമ്മരംഗത്ത്. ഇനി എന്താണ് വേണ്ടത്? മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയേ കർമ്മയോഗം അസക്തസ്തവിശിഷ്യതേ ഇന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയേ കർമ്മയോഗം അസക്തസ്തവിശിഷ്യതേ. അർജുന, യഹാതു ഏതൊരാളാണോ മനസ്സാ ഇന്ദ്രിയാണി നിയമ്യ, മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ വശത്താക്കിയിട്ട് അസക്ത, ഞാനെന്നും എൻ്റെയെന്നുള്ള ഭാവങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിച്ച് കർമ്മേന്ദ്രിയേ കർമ്മയോഗം ആരംഭതേ, കർമ്മങ്ങൾ കൊണ്ട് കർമ്മധർമ്മങ്ങൾ അനുഷ്ഠിക്കവേ യോഗവും പരിശീലിക്കുന്നത് സഹ വിശ്യതേ, അയാൾ വിശിഷ്ടനാണ്. യസ്തു ഇന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന, മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നല്ലതുപോലെ നിയമനം ചെയ്യും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പലതും കാണുന്നതിൻ്റെ എല്ലാം പിന്നാലെ പോകാതെ വേണ്ടതിനെ മാത്രം നമ്മൾ സ്വീകരിക്കുക. ബാക്കി കാണുന്ന പലതും കാണും, പലതും കേൾക്കും. അങ്ങനെ ഇന്ദ്രിയദ്വാര പല വിഷയങ്ങളിലും നമ്മളിലേക്ക് വരും. നമ്മളതിൻ്റെ എല്ലാത്തിനെയും പിന്നാലെ വരും. നമുക്ക് ആവശ്യമുള്ളതിൽ മാത്രം മനസ്സ് ആവശ്യപ്പെട്ട അളവിൽ മാത്രം നിയമനം ചെയ്യണം. മനസ്സാണ് നിയമനം ചെയ്യുന്നത്, ഇന്ദ്രിയമല്ല നിയമനം ചെയ്യുന്നത്. മറക്കരുത്. കണ്ണ് കാണാതിരിക്കാനൊക്കെ കണ്ണിനെ കുത്തിപ്പൊട്ടിക്കാൻ നോക്കിയല്ല വേണ്ട. സൂര്യദാസന്റെ കഥ പറയുന്നത് അദ്ദേഹം മഹാനുഭാവനായിരുന്നു, അദ്ദേഹം കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളും വേണ്ടാത്ത കാണുന്നു ഈ കണ്ണ്, അതുകൊണ്ട് കണ്ണിനെ കുത്തിപ്പൊട്ടിക്കാം. വേണ്ടാത്ത കേൾക്കുന്നു ചെവി കുത്തിപ്പൊട്ടിക്കാം. വേണ്ടാത്ത പറയുന്നു ചിലപ്പോൾ നാക്കിനെ അറുത്തേക്കാം. അതാണോ നിയമനം? അല്ല. പിന്നെയോ പലതും കാണും, പലതും കേൾക്കും, പലതും നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊടുക്കരും. അതിൽ കൂടെ മനസ്സ് പോകുമ്പോൾ ആ മനസ്സിനെ ബുദ്ധി ഉപയോഗിച്ച് നിയന്ത്രണം ചെയ്യും. അങ്ങനെ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയമനം ചെയ്തിട്ട് യമനിയമാദികളൊക്കെ പഠിക്കുമ്പോൾ ഇത് വിശദമായിട്ട് അവിടെ ചർച്ചയ്ക്ക് വരും. ഇങ്ങനെ നിയമനം ചെയ്യുമ്പോൾ നമുക്ക് പല പല ഗുണങ്ങളാണ്. വേണ്ടാത്തവരൊക്കെ മനസ്സിലാടിപ്പോൾ. മനസ്സിന്റെ സ്വഭാവം അങ്ങനെ. മനസ്സിന്റെ ജോലി എന്താ? ഒരിടത്തടങ്ങി നിൽക്കില്ല മനസ്സ്. കുരങ്ങ് പോലെയാണ്. ഇക്കൊമ്പേ ഇരിക്കുമ്പോൾ ചാടി അക്കേക്ക് പോകും, അവിടെ ഇരിക്കുമ്പോൾ വേദത്തേക്ക് പോകും. അങ്ങനെയുള്ള കുരങ്ങിനെ പിന്നെ തേളും കൂടെ കടിച്ചാലോ അയാളെ ഇരട്ടിച്ച് ഇടിച്ചാലോ, അയാൾക്കൊരു ഒരു പെക്കൂടെ കൊടുത്താലോ ഈ കുരങ്ങിന്. ഇതുപോലെയാണ് മനസ്സിന്റെ ചാട്ടം. ഒരിടത്തും അടങ്ങി നിൽക്കത്തില്ല. ആ മനസ്സിങ്ങനെ കുതിച്ചുകൊണ്ടേയിരിക്കും വിഷയങ്ങളുടെ. എന്താ വിഷയം? ലോകത്ത് ഇങ്ങനെ പരന്ന് കിടക്കും. അങ്ങനെയുള്ള മനസ്സ് നിയന്ത്രിത ഭാവത്തിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ആ ബുദ്ധി കൊണ്ട് മനസ്സിനെ നല്ലപോലെ സംയമനം ചെയ്യണം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നുള്ളത് അഷ്ടാംഗയോഗമൊക്കെ
വാക്കുകൾ കാണാതെ പഠിച്ചു വരാൻ മാത്രമുള്ളതല്ല, ഓരോന്ന് കാലങ്ങൾ കൊണ്ട് അഭ്യസിച്ച് സ്വായത്തമാക്കാനുള്ളത്. അപ്പൊ യമത്തെ കൊണ്ടും നിയമത്തെ കൊണ്ടും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നല്ലതുപോലെ അടക്കണം. അങ്ങനെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയാണ് നിയമ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇന്ദ്രിയങ്ങളെ നല്ലപോലെ അടയിക്കൊണ്ട് നിയമ ആരഭതേ അർജുന, അങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി ശ്രദ്ധയോടുകൂടി യാതൊരാളാണോ യോഗബുദ്ധിയോടുകൂടി ചെയ്യുന്നത്. എന്താണ് യോഗബുദ്ധി? യോഗം എന്നുള്ള വാക്കിനർത്ഥം എന്താണ്? ഏതിനോടോ ഒന്ന് ചേരുക എന്നാണ് ആ യോഗത്തിന്റെ അർത്ഥം, അല്ലേ? ഒന്നിനോട് ചേരുന്നതാണ് യൂണിയൻ എന്നാണ് ഇംഗ്ലീഷിനെ പറ്റി ഒരു വാക്ക് പറയുന്നത്. യൂണിയൻ, ഒന്നിനോട് ചേരുന്ന യോഗമാണ്. അപ്പോൾ ഭഗവാനോട്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പരമാത്മാവിനോട് ബ്രഹ്മത്തിൽ ഐക്യം പ്രാപിക്കാൻ, മോക്ഷം നേടിയെടുക്കാൻ വേണ്ടി അതിലേക്ക് നയിക്കപ്പെടുന്ന കർമ്മങ്ങൾ അതിലേക്ക് എന്ന് സഞ്ചരിച്ചെന്ന് യോജിക്കുകയാണ്. അത് സമത്വബുദ്ധിയോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴേ അത് വന്നു ചേരും. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ വിശദീകരിച്ചപ്പോൾ സമത്വം യോഗ ഉച്ചത എന്നവിടെ നിർവചിച്ചത്. അവിടെ നമ്മൾ നിർവചനം പഠിച്ചില്ലേ? യോഗസ്ഥക്കുരു കർമാണി സംഘം തിക്ത്വാ ധനഞ്ജയ സിദ്ധി അസിദ്ധ്യോ സമോ ഭൂത്വ, സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവം വരുത്തി യോഗസ്ഥനായിരിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് അവിടെയാണ്. അപ്പൊ നീ കർമ്മം ചെയ്താൽ പോരാ, ഇന്ദ്രിയങ്ങളെ നല്ലപോലെ നിയമനം ചെയ്തിട്ട് യോഗബുദ്ധിയോട് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അതാണ് കർമ്മയോഗത്തിന്റെ മറ്റൊരു രഹസ്യം. വാസ്തവത്തിൽ ഈ ശ്ലോകം യഥാർത്ഥമായ കർമ്മയോഗത്തെ നിർവചിച്ചിരിക്കുന്ന ശ്ലോകമാണ്. അപ്പൊ ഈ പറഞ്ഞ 7 ശ്ലോകങ്ങൾ ഉൾപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നല്ലപോലെ ഒന്ന് ആവർത്തിച്ച് വിചിന്തനം ചെയ്ത് ഉറപ്പിച്ചു. ഗീതാ ക്ലാസ്സുകളിൽ പലയിടത്തും പോകുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, പല സ്ഥലങ്ങളിൽ. ഇവിടെ തന്നെ എത്രയോ വർഷമായി നമ്മുടെ ഈ അമ്പലത്തിൽ 6 കുറച്ച് വിളങ്ങളിൽ ഗീത ക്ലാസ് നടക്കുന്നു. തിരുവനന്തപുരം ആയുധന സാറായിരുന്നു തുടങ്ങി വെച്ചത്. ഇപ്പോൾ നമ്മുടെ തുളസി സാറാണ് ഈ ക്ലാസ് നടത്തുന്നത്. ഇവിടെ ഒരു 10-12 പേരുണ്ടെന്ന്. എത്രയോ വർഷമായി ഈ നമ്മുടെ ഇവിടെ വെച്ച് അമ്പലത്തിന് തെക്ക് വെച്ച് കാണുന്ന ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ഗീതാ ക്ലാസ് നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ അടുത്ത കാലത്ത് പല കരയോഗങ്ങൾ വെച്ചും NS പല സ്ഥലങ്ങളിലും ഗീതാ ക്ലാസ് നടത്തുന്നു. അപ്പൊ കുട്ടികൾക്ക് അതിന് പാകത്തിനനുസരിച്ച് ശ്ലോകങ്ങൾ ചൊല്ലാനും അന്യാർത്ഥങ്ങൾ പറഞ്ഞെഴുതി കൊടുത്ത് പഠിപ്പിക്കാനും അതൊക്കെ വിശേഷമാണ്. അപ്പൊ അങ്ങനെ പല രീതിയിൽ പല ക്ലാസ്സുകളിൽ പോകുന്നവരും ഈ ഗീതാ വ്യാഖ്യാനങ്ങൾ നല്ലപോലെ വായിച്ച് ചിന്തിച്ചുറപ്പിക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നത്തെ നിങ്ങളുടെ ആ ഹോംവർക്ക് വീട്ടിൽ ചെന്ന് ഈ 7 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം അവരവർ വായിക്കുന്ന ഗ്രന്ഥം, പല വ്യാഖ്യാനങ്ങളുള്ളൂ. ശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യമുണ്ട്, അത് പഠിച്ചിട്ടുള്ളവർ അങ്ങനെ വരിട്ട് അല്ലാതെ ധാരാളം വ്യാഖ്യാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന ചിന്തകളുമായി മനസ്സുറപ്പിച്ചു വെച്ചുകൊണ്ട് നമുക്ക് നാളെ തുടർന്ന് 8-ാം ശ്ലോകം മുതൽ ആരംഭിക്കാം. നിങ്ങളെല്ലാവരും പ്രത്യേകമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്ന ഈ കാര്യങ്ങളുമായി നിങ്ങളുടെ മനസ്സ് അനുരണനം ചെയ്യണം. ഒന്ന്, ആവർത്തിച്ച് ചിന്തിച്ചുറപ്പിക്കണം. പലരും ഗീതാ ക്ലാസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കേവലം ശ്ലോകം ചൊല്ലുക, അത് അക്ഷരസ്ഫുടതയോടുകൂടി ചൊല്ലുക. അത്യന്തം ആവശ്യമാണ്, അത് നിസ്സാരമാണെന്ന് ഒരിക്കലും ധരിക്കരുത്. ശ്രദ്ധയോട് ശ്ലോകങ്ങൾ ചൊല്ലാൻ പഠിക്കണം, അന്വയിച്ച് അത് അന്വയാർത്ഥം എഴുതി പഠിക്കണം, താല്പര്യം എഴുതി പഠിക്കണം. അതിൻ്റെ ആശയത്തിൻ്റെ വൈപല്യത്തിലേക്ക് നമ്മൾ ആചാര്യന്മാരെ സമീപിച്ചു, വിവിധങ്ങളായ ആചാര്യന്മാർ രചിച്ച ഗ്രന്ഥങ്ങളെ സമീപിച്ചു നമ്മൾ ചിന്തിച്ച് മനസ്സ് ആവർത്തിച്ചുറപ്പിക്കും. ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് അവരവർ ഞാനും നിങ്ങളും നിൽക്കുന്ന ഓരോരോ കർമ്മരങ്ങളിലും വേണം മറന്നുകൊണ്ട്. ഒരാൾ കൃഷിക്കാരനായിരിക്കും, ഒരാൾ കച്ചവടക്കാരനായിരിക്കും, ഒരാൾ ഉദ്യോഗസ്ഥനായിരിക്കും, അങ്ങനെ പലരും പല ജോലിക്കാരും. അവനവന്റെ കർമ്മം ശോഭനമാക്കാൻ ഈ കർമ്മരംഗത്തിരിക്കുന്നവർ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ തത്വങ്ങളെ നല്ലപോലെ ഉറപ്പിക്കണം. അവരവരുടെ ഭാഗപരിശ്രമവും ഉണ്ടാകണം എന്ന് ഒരു ദൃഢപ്രതിജ്ഞ അവരവർക്കുണ്ടാകണം എന്ന് ഈ ദൈവന്റെ ഒരു അപേക്ഷ കൂടി ഇന്ന് ഇവിടെ നിർത്താം. ഭഗവാന്റെ ഇതാ ഒരു തിരുനാമം ചൊല്ലിക്കൊണ്ട് നിർത്തുന്നു. നാളെ കൃത്യം നമുക്ക് 5:30 തുടങ്ങണം. കാര്യം ഇന്ന് തുടക്കമായതുകൊണ്ട് 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങോട്ട് താമസിച്ചു. കറക്റ്റ് 5:30 മണിക്ക് നാളെ തുടങ്ങാം. എല്ലാവരും നേരത്തെ എത്താൻ ശ്രമിക്കുക. കാലാവസ്ഥ ഇതുപോലൊക്കെ അനുകൂലമായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കും. ഒരുപക്ഷെ മഴ പെയ്തോട്ട് ഞങ്ങളുടെ കുടയൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് ഇരിക്കാൻ ഇതിന്റെ സംഘാടക സൗകര്യമൊക്കെ ചെയ്തു തന്നില്ലേ. മഴ പെയ്താലൊന്നും നമ്മൾ പേടിക്കാൻ നമ്മൾ വരണം. പ്രകൃതി നമുക്ക് അനുകൂലമായിട്ട് നിൽക്കില്ല. എപ്പോഴും നമ്മൾ പ്രകൃതി അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്.
ഓം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ.